ശാന്തം സ്നേഹദയാ പ്രവാഹം സൗമ്യം ലോകമഹാപ്രകാശം നിതാന്തം സുന്ദര പൂർണ്ണസ്വരൂപം സത്യം ജഗദ്ഗുരു നാരായണായ സത്യം ജഗദ്ഗുരു നാരായണായ. നമ്മുടെ എല്ലാം അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന മഹിമാവാർന്ന ഗുരുദേവ പദത്തിൽ ശ്രീനാരായണ ഗുരു എന്ന നാമം ഈ ഭൂമിയിലുള്ളത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു എളിയ ഗുരുഭക്തന്റെ വിനീത പ്രണാമം. വാക്കുകളുടെ അതിദേവതയായ ശുദ്ധവിദ്യാസ്വരൂപിണിയായ ശ്രീ ശാരദാദേവിക്ക് നമസ്കാരം. ശ്രീനാരായണ ഗുരുപാദപത്മത്തിൽ വിലസും ശ്രീ ശാരദാംബേ ആനന്ദമോടു വരിക വരികയൻ അന്തരംഗത്തിലിപ്പോൾ പ്രാണൻ പകർന്നു പരിമളം തൂകിയൻ വാക്കുകൾ നീ സാനന്ദമെന്നുടെ സഹജീവികൾക്ക് പാലമൃതായി ഏകുകൻ വിശ്വമാതേ. ലോകം കിടന്നു വലയുന്നിതാ മോഹാന്ധകാരത്തിനാൽ ലാസ്യം കളഞ്ഞു തെളിച്ചിടുക ഗുരുമൊഴിച്ചിന്തിൻ വിളക്ക്. കാണട്ടെ ലോകം നിറഞ്ഞു വിലസിടും ഗുരുവിൻ മഹിമാവിതെല്ലാം. ആഴത്തിൽ മുങ്ങി അണയട്ടെ ഞങ്ങൾ ഗുരുവിൻ പാദാന്തികത്തിൽ. വേറല്ല ചിത്തം ദേഹമിതു കാണും പ്രപഞ്ചം. വേറിട്ടു നിൽക്കാതെ വരിക മക്കളെ എന്നോതിടുകൻ ശാരദാംബേ. വേറിട്ടു നിൽക്കാതെ വരിക മക്കളെ എന്നോതിടുകൻ ശാരദാംബേ. ഭാരതത്തിൻ്റെ മധ്യഭൂമികയായ മധ്യപ്രദേശിൻ്റെ ഇൻഡോർ എന്ന ഈ വിശുദ്ധ ദേശത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഈ വിനീത ഭക്തന്റെ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവന്റെ നാമം ഉച്ചരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കാൾ കുതൂഹലതയോടുകൂടി വന്നു നിന്ന് സശ്രദ്ധം ശ്രവിക്കുന്ന ഭഗവാന്റെ ഉത്തമരായ വിശിഷ്യരായ ശിഷ്യഗണങ്ങൾക്ക് നമസ്കാരം. ഈ ഭാരതാംബയെ പ്രണമിക്കുന്ന അതിൻ്റെ ചേതനാശക്തി പ്രവഹിക്കുന്ന ഈ മധ്യദേശത്തെ കാത്തുകൊണ്ട് ഇവിടെ വസിക്കുന്ന സർവദേവതാഭാവങ്ങൾക്കും ഈ വിനീത ഗുരുഭക്തന്റെ പ്രണാമം. ഇൻഡോറിലെ ശ്രീനാരായണ സമാജത്തിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാരവാഹികളെ, ഇൻഡോർ ദേശത്തെ എൻ്റെ ആത്മ സഹോദരങ്ങളെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ എല്ലാവർക്കും കേരളത്തിൻ്റെ
മണ്ണിൽ നിന്ന് ഗുരുവിനെ കുറിച്ച് പറയാൻ വന്ന ഈ എളിയ പ്രവർത്തകന്റെ നമസ്കാരം. ഞാൻ അറിഞ്ഞിടത്തോളം ഇൻഡോറിൽ ഇത് ആദ്യത്തെ പരിപാടിയാണെന്നാണ് നമ്മുടെ 2 ദേവരാജൻ ചേട്ടന്മാരും എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാനിത് വിശ്വസിക്കത്തില്ല. കാരണം ഇത്രയും സംഘടനാ പാടവത്തോടുകൂടിയും അച്ചടക്കത്തോടുകൂടിയും ഒരു പരിപാടി ആദ്യമായിട്ട് സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവില്ല. അത്രയും നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു നിങ്ങൾ ഈ നേരം കൊണ്ട് രാവിലെ തൊട്ട് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. നിങ്ങൾ ഇത്രയും അറേഞ്ച് ചെയ്തിട്ടുള്ള പരിപാടികൾ നമുക്ക് വളരെ കുറവാണ്. സമ്മേളനങ്ങളൊക്കെ നടത്താറുണ്ടെങ്കിലും അതിനൊരു ചിട്ടയുണ്ടാകുക. ഈ പന്തല്, ഈ ഡെക്കറേഷനൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് പേര് ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ചിലരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ശരിയാണ്, ഉറങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞു സമയമുണ്ട്, പ്രഭാഷണം നടക്കുന്നതിനിടയ്ക്ക് ഉറങ്ങാം. അപ്പൊ അതിലാണല്ലോ നമ്മൾ ഉറങ്ങാൻ പറ്റുന്ന ഒരു അവസരം. മറ്റുള്ളതൊന്നും നമുക്ക് പറ്റില്ല. ഇതാകുമ്പോഴത്തേക്ക് പ്രഭാഷണം അവിടെ നടക്കുകയും ചെയ്യും, നമ്മുടെ ജോലി ഇപ്പുറത്ത് നടക്കുകയും ചെയ്യും. അതിന് അനുകൂലമായൊരു കാലാവസ്ഥയാണ് സൂര്യൻ തന്നിരിക്കുന്നത്. നമ്മുടെ ശിരസിലേക്ക് ചൂടടിച്ചു കഴിയുമ്പോഴത്തേക്ക് യേശുദാസ് പാടുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഉറങ്ങിപ്പോകും. പക്ഷേ നമ്മെ ഇപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് നമ്മുടെ ദീപ്തി ആണോ, വിദ്യ സച്ചിൻ എന്ന് പറയുന്ന നമ്മുടെ യുവാവിന്റെ സൗഭാഗ്യമായ പത്നി. ജയദേവരുടെ ഗീതാഗോവിന്ദം നമ്മുടെ ഉള്ളിലൊക്കെ നിറച്ചു തന്നിട്ട് അതിനു മുമ്പ് അച്ഛൻ വന്ന് ഗുരുദർശനവും നിറച്ചു. ഇനി ഇതിനകത്ത് ഞാനിനി എന്ത് ചെയ്യണമെന്നാണ് എനിക്കറിയാൻ വയ്യാത്തത്. എന്നാൽ പോലും സംഗീതാത്മകമായ ഒരു അന്തരീക്ഷം തന്ന പ്രിയ അനുജത്തിക്ക് നമസ്കാരം. ശ്രീനാരായണ തീർച്ചയായിട്ടും നന്നായിട്ട്. ഞാൻ ഇന്നലെ ഇവിടെ പ്രാർത്ഥനാ അവസരത്തിലും പറഞ്ഞു, കഴിവുകളെ അംഗീകരിക്കാവുന്ന മനസ്സ് നമുക്കുണ്ടായാൽ നമ്മുടെ മനസ്സിലേക്കൊരു സംഗീതം ഓടിയും. നമ്മളെല്ലാവരും സംഗീതത്താൽ നിറഞ്ഞിരിക്കുന്നതാണ്. ഭൂമി സംഗീതത്തിലാണ് അധിവസിക്കുന്നത്. ആ സംഗീതം ജലമായും സാഗരമായും ഒക്കെ ഈ ഭൂമിയിൽ നിറഞ്ഞിരിക്കുകയാണ്. അതിലൂടെയാണ് നാം എല്ലാം, ജീവികളെല്ലാം ഉദിച്ചു വന്നത്. നമ്മുടെ മനസ്സിൽ ഒരു പാട കെട്ടിക്കിടക്കുകയാണ് മറ്റൊരാളെ അഭിനന്ദിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കുറവ് സംഭവിക്കുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് നാം നല്ല വാക്കുകൾ പറയുന്നത്, പിശുക്കുന്നത്. നല്ല വാക്കിന് ഒരു പിശുക്കും കൊടുക്കാതിരുന്നാൽ നമ്മുടെ ഹൃദയം എപ്പോഴും ഒരു പുഷ്പം പോലെ വിരിഞ്ഞു നിൽക്കും. ആ വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങളായിട്ട് മാറുക. എന്തായാലും ഇൻഡോറിലെ ഇന്നലെ 4:30 എത്തി. വൈകുന്നേരം ഇതേ സമയം വരെ ഞാൻ ഒരു ലോകസഞ്ചാരിയാണ് ഭഗവാന്റെ പേരിൽ. പലയിടത്തും പോയി പലതരം ആൾക്കാരെയും കാഴ്ചകളും ഒക്കെ കാണുന്ന ആളാണ്. ഒരുപാട് സംഘടനകളുമായിട്ട് ബന്ധമുണ്ട്, നേതാക്കന്മാരും ഒക്കെ ഇട്ടറിയാം, പ്രവർത്തകരുമായിട്ട് അറിയാം. ഇൻഡോർ വളരെയധികം നല്ല ഒരു മികവാണ് ഈ ഒരു ഭഗവാനോട് നിങ്ങൾ കാണിച്ചത്. വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും നേരം ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഈ വേദിയിൽ ഇരിക്കുന്നത്. എല്ലാത്തിനും നന്ദി നൽകുന്നു. നാം ഇന്നിവിടെ സംസാരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചല്ല, നാം നമ്മെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമ്മിൽ നിറഞ്ഞിരിക്കുന്ന ശ്രീനാരായണ ഗുരു ചൈതന്യത്തെ നാം അറിയാതെ പോകുന്നത് എങ്ങനെ സ്വയം തിരിച്ചറിയാമെന്ന് മാത്രമാണ് നാം സംസാരിക്കുന്നത്. സ്വതവേ ചരിത്രത്തെ കുറിച്ചിട്ടും നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബോറടി ഉണ്ടാവും. അതാണ് ശശി സാർ ഇവിടെ സൂചിപ്പിച്ചത്. ആ ബോറടി നാം തന്നെ ഉണ്ടാക്കിയതാണ്. കാരണം എന്താണ്? പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ് ഒരാളുടെ മനോഭാവം തീരുമാനിക്കുന്നത്. നമുക്ക് കിട്ടിയ ആദ്യത്തെ എക്സ്പീരിയൻസ് അത് നമ്മുടെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കും. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതുപോലെ ഗുരുവിനെ കുറിച്ച് ആകെ വർഷത്തിൽ 2 തവണ സംസാരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. എപ്പോഴൊക്കെയാണത്? ഒന്ന് ചതയ ദിനത്തിലും, പിന്നെ ഗുരു സമാധിക്കും. പിന്നെ കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ശിവഗിരി തീർത്ഥാടനത്തിനും വരും ഇവരെല്ലാവരും.
വന്നിട്ട് ഈ പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണെന്ന് പറയും. ഇത് പറയാൻ വേണ്ടിയിട്ടാണോ ഈ പാവത്താൻ വേഷം കെട്ടി വന്നതെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷെ ഇന്ന് വ്യാപകമായി ശ്രീനാരായണ ദർശന പഠനം നടക്കുന്നുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും കേരളത്തിലുമൊക്കെ വ്യവസ്ഥാപിതമായ രീതിയിൽ ശ്രീനാരായണ ദർശന പഠനം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 3 ദിവസത്തെ ശിവഗിരി തീർത്ഥാടനത്തില് കേരള കൗമുദിയുടെ പ്രതിനിധിയായിട്ട് പങ്കെടുത്ത് ഞാൻ അവസാനം സ്വാമിമാരോട് പറഞ്ഞു, ഈ രീതിയിൽ സമ്മേളനങ്ങൾ കൊണ്ടുപോയാൽ ശിവഗിരി തീർത്ഥാടനത്തിന് ആള് കുറയും. എവിടെ ആള് കുറയും? സമ്മേളനം കേൾക്കാനായിട്ട് ആള് കുറയും. കാരണം ജനം കൂടുതൽ പഠിക്കുകയാണ്. നിങ്ങളിപ്പോ ഇവിടെ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ ഇന്നത്തെ ഈ ചെലവാക്കിയ സമയം വാല്യുബിൾ ആവുന്നത് അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങള് ഇനി നിങ്ങൾക്ക് അറിയാവുന്നതിന്റെ അത്രയും പോലും എനിക്ക് പറയാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ ഡേ വേസ്റ്റ് ആണ്. നിങ്ങൾ ഈ ഒരുക്കി കൂട്ടിയതൊക്കെ വേസ്റ്റ് ആണ്, മണി വേസ്റ്റ് ആണ്, എല്ലാം വേസ്റ്റ് ആണ്. നമുക്കറിയാൻ വയ്യാത്ത കാര്യം അറിയാൻ വേണ്ടിയിട്ട് വർഷത്തിൽ 10 ദിവസത്തെ വ്രതവും എടുത്ത് ദീർഘദൂരം സഞ്ചരിച്ച് ശിവഗിരിയിൽ എത്തുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ നിറഞ്ഞിരിക്കുന്നിടത്ത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ വന്നിട്ട് പറയുന്നു ശ്രീനാരായണ ഗുരു സാമൂഹ്യ പരിഷ്കർത്താവാണ്, അദ്ദേഹത്തിന്റെ ദർശനങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. ഇത്രയും കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഇപ്പൊ നിങ്ങൾ വന്ന് ശിവഗിരി തീർത്ഥാടനത്തിൽ നോക്കിയാൽ അറിയാം, ഈ വരുന്ന ജനം മുഴുവനും കരിമ്പ് കച്ചവടക്കാരൻ്റെ അടുക്കയിലും ഹൽവ കച്ചവടക്കാരൻ്റെ അടുക്കയിലും പൊട്ട് വള ചാന്ത് മേഖലകളിലേക്കും പോകുന്നു. എന്നിട്ട് വൈകുന്നേരം അവര് പാപനാശം കടപ്പുറത്ത് പോയി വർക്കലയില് ഒന്ന് ആഘോഷിച്ചിട്ട് നേരെ വണ്ടിയിൽ കയറിയിട്ട് എന്ത് ചെയ്യുന്നു? കന്യാകുമാരിയിലേക്ക് പോകുന്നു. പോകുന്ന വഴിക്ക് കുറച്ച് തലപ്പൊക്കം ഉള്ളത് കൊണ്ട് മാത്രം മരുത്വാമലയിൽ ഒന്ന് കയറുന്നു. ഈ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും കൂടും. നമുക്ക് വേണ്ടത് ഗുരു പഠിപ്പിച്ചു തന്ന 8 വിഷയങ്ങളെ കുറിച്ചും സമകാലിക ജീവിതത്തിൽ അത് എത്രത്തോളം നമ്മെ സഹായിക്കും, ഹെൽപ്ഫുൾ ആകും എന്നുള്ള അവസ്ഥയിൽ അത് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെയാണ് വേണ്ടത്. ആ 8 വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ഗുരുവിനെ കുറിച്ചൊന്നും ആരൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. 8 വിഷയത്തില് ഏതൊക്കെയാണ് ആ 8 വിഷയം അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ? വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വര ഭക്തി, സംഘടന, കൃഷി, കച്ചവടം, ശാസ്ത്ര സാങ്കേതികത, ഇത്രയും വിഷയങ്ങള്, ശാസ്ത്ര സാങ്കേതിക വളർച്ച, ഇത്രയും വിഷയങ്ങള് സംസാരിക്കണം. എങ്ങനെ സംസാരിക്കണം? ആ വിഷയത്തില് കഴിഞ്ഞ ഒരു വർഷമുണ്ടായ ഡെവലപ്മെന്റ് എന്താണ്, വിദ്യാഭ്യാസത്തിലുണ്ടായ മാറ്റം, ഉണ്ടാവേണ്ട മാറ്റം, നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈശ്വരഭക്തിയില് ഉണ്ടായിരിക്കുന്ന വഴിപിഴക്കലുകൾ, എങ്ങനെയാവണം യഥാർത്ഥത്തിലുള്ള ഈശ്വരഭക്തി, എങ്ങനെ ഈശ്വരഭക്തി കൊണ്ട് നമ്മുടെ ഡെയിലി ലൈഫിന് മെച്ചം കിട്ടും. ഇതൊക്കെ ഓരോ മേഖലയിലും പ്രശസ്തരായിട്ടുള്ളവർ വന്ന് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ കൊഴിഞ്ഞു പോകും. കാരണം ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കാണുന്നത് എന്താണെന്ന് അറിയാവോ? ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കാണുന്നത് ടൈമാണ്, സമയമാണ്. ഇന്ന് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത്. കാരണം നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് തന്നെ സമയമാണ് അല്ലേ? ജനനം മുതല് മരണം വരെയുള്ള സമയ പരിധിയാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ 1 മണിക്കൂർ 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു കാര്യത്തിന് ചെലവഴിച്ചാൽ അത് എന്താവണം? അത് പ്രോഫിറ്റബിൾ ആവണം അല്ലേ? അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പുതിയൊരു കാര്യം കിട്ടണം. ആ കിട്ടുന്ന കാര്യം എന്താവണം? അത് നമ്മെ തന്നെ റിഫ്രഷ് ചെയ്യുന്നതാവണം. നമ്മെ മാറ്റിയെടുക്കാത്ത ഒരു അറിവും ഒരു പ്രയോജനം ജീവിതത്തിൽ ചെയ്തില്ല. ഞാൻ ഇവിടെ വന്നിരുന്ന് കുറച്ച് ചരിത്രം പറഞ്ഞു എന്ന് വിചാരിക്കുക. കുറച്ച് ചരിത്രം നിങ്ങളോട് പറഞ്ഞെടുക്കുക. ഈ ചരിത്രം കൊണ്ട് നിങ്ങൾ വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഈ ചരിത്രവും ഈ ഫുഡ് ഉണ്ടാക്കുന്ന പ്രക്രിയയും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ചരിത്രം, ഞാൻ തന്ന ചരിത്രം വീട്ടുപടിക്കലിട്ടിട്ട് വീടിനകത്തേക്ക് കയറും. വീട്ടിൽ ഇന്ന് വരാൻ പറ്റാത്തവർ ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു പ്രൊഫഷൻ? അതൊക്കെ ഗംഭീരമായിരുന്നു. എന്താ പറഞ്ഞത്? എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ ഇന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്ന ഒരു കാര്യം ഇതിൽ നിന്ന് കിട്ടിയാൽ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അത് ഉള്ളിലിട്ട് മനനം ചെയ്ത്
അത് നിങ്ങൾക്ക് ദഹിക്കാൻ പറ്റുന്ന ഒരു സാധനമാക്കി എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ജീവിതത്തിൽ പകർത്തുന്നു. അപ്പൊ നമുക്ക് എന്തായി? മെച്ചമുണ്ടായി. ഇങ്ങനെ മെച്ചമുണ്ടാവാത്ത ഒരു കാര്യവും ഇനി ലോകം അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്? ഇത് അറിവിന്റെ ലോകമാണ്. അറിവാണ് നമ്മുടെ ദൈവം. ശ്രീനാരായണ ഗുരു ദൈവമാണോ എന്ന് ചോദിച്ചെന്നാൽ ഇത്രയും പറഞ്ഞാൽ മതി, അറിവാണ് നമ്മുടെ ദൈവം. അപ്പൊ ശ്രീനാരായണ ഗുരു ആരാണ്? നാം അറിവാണ്. നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഈ ശരീരം നഷ്ടമായാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോ ഇത് അറിവിന്റെ ലോകമാണെങ്കിൽ, അറിവ് ദൈവമായിരിക്കുന്ന ലോകമാണെങ്കിൽ, ഈ ലോകത്തിന് സ്യൂട്ടബിൾ ആയിരിക്കുന്ന ദൈവമാരാണ്? ശ്രീനാരായണ ഗുരു. ഇതിനപ്പുറം എന്താ തർക്കിക്കുന്നേ? ഇതിനപ്പുറം എന്താ നമുക്ക് പറയാനുള്ളത്? ശാസ്ത്രജ്ഞന്മാരല്ലേ പറഞ്ഞത് ഇത് അറിവിന്റെ ലോകമാണെന്ന്? എന്താണ് അവര് പറയുന്ന അറിവ്? അവര് പറയുന്ന അറിവ് പദാർത്ഥങ്ങളെ കുറിച്ചുള്ള അറിവാണ്, അല്ലേ? ഹൈഡ്രജൻ 2 മാത്ര, ഓക്സിജൻ 1, വാട്ടർ. എങ്കിലും ഉണ്ടാക്കി കാണിക്കൂ. ആവശ്യത്തിന് ഹൈഡ്രജൻ തരാം, ആവശ്യത്തിന് ഓക്സിജൻ തരാം, വെള്ളം ഉണ്ടാക്കി കാണിക്കൂ. ഇന്നിപ്പോ ഏറ്റവും സ്കേഴ്സിറ്റി വന്നിരിക്കുന്ന വാട്ടറിനല്ലേ? മഹാന്മാര് പറഞ്ഞില്ലേ, എന്താണ്? അടുത്ത ലോകയുദ്ധം വെള്ളത്തിന് വേണ്ടിയായിരിക്കും. മറ്റത് ഭൂമിക്ക് വേണ്ടിയിട്ടായിരുന്നു, അധികാരത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഇനിയുള്ള യുദ്ധം വരാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വെള്ളത്തിന് വേണ്ടിയിട്ടാണ്. വെള്ളം പിടിച്ചെടുത്തുകൊണ്ട് പോകും. അപ്പൊ ഇത്രയും ശാസ്ത്രീയമായിട്ട് നമ്മൾ വളർന്നിട്ട്, സാങ്കേതികമായി ഉയർന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് വെള്ളം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല? അത് ഉണ്ടാക്കി വെച്ചയാള് അപ്പൊ ഇവിടെ ഉണ്ട് എന്നർത്ഥം, അല്ലേ? അതിനെ ശാസ്ത്രത്തിന് വിശദീകരിക്കുവാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടുമില്ല. നിങ്ങൾ എല്ലാവരും പുരാണത്തിൽ ഒരു കഥ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ സുബ്രഹ്മണ്യനും ഗണപതിയും ആരാണ്? ബ്രദേഴ്സ് ആണ്, അല്ലേ? ചേട്ടനും അനിയനുമാണ്. ഒരു ദിവസം ശിവൻ ഇവർക്കൊരു അസൈൻമെന്റ് കൊടുത്തു. എന്താണ് അസൈൻമെന്റ്? ലോകത്തെ കുറിച്ച് അറിഞ്ഞിട്ട് മുഴുവൻ അറിവോടുകൂടി വരുന്നയാൾക്ക് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ജ്ഞാനപ്പഴം തരും. ജ്ഞാനമാണല്ലോ, ലോകത്തെ കുറിച്ച് അറിഞ്ഞിട്ട് വരുന്നവർക്ക് തരും. ആരാണ് ആദ്യം വരുന്നത് അയാൾക്ക് ഇത് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോ പെട്ടെന്ന് സുബ്രഹ്മണ്യൻ എന്ത് ചെയ്തു? ഇദ്ദേഹം തന്നെ മയിൽ വാഹനമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ലോക പര്യടനത്തിനായിട്ട് അങ്ങ് പോയി. ഇദ്ദേഹം ലോകത്തെ കുറിച്ച് പഠിച്ചു, നക്ഷത്രങ്ങളെ കുറിച്ച് പഠിച്ചു, അവ ഭൂമിയിൽ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ച് പഠിച്ചു. ഇങ്ങനെ പഠനവുമായിട്ട് കറങ്ങി നടന്നു. ഗണപതി മാത്രം എന്ത് ചെയ്തു? എങ്ങോട്ട് പോവാൻ വയ്യ. അപ്പൊ എന്ത് ചെയ്തു? അദ്ദേഹം നോക്കിയപ്പോ അച്ഛനും അമ്മയും കഴിഞ്ഞില്ല. എന്താ ലോകം? തന്റെ അച്ഛനും അമ്മയും നിസ്സാരക്കാരാണോ? അല്ല, അവര് ലോകത്തിന്റെ അധിപതികളാണ്. അപ്പോ ഇവരെ കറങ്ങിയാൽ ലോകം കറങ്ങുന്നതിന് തുല്യമാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഇവരെ അങ്ങ് വലം വെച്ചു. ശിവന് കാര്യം മനസ്സിലായി. ശിവൻ ജ്ഞാനപ്പഴം എടുത്ത് ഗണപതിക്ക് കൊടുത്തു. മയിൽ വാഹനത്തിന് പോയ ആള് കുറെ നാള് കഴിഞ്ഞ് കറങ്ങി വന്നപ്പോ ഇവിടെ ജ്ഞാനപ്പഴമൊക്കെ ആമ്പിള്ളേര് കൊണ്ടുപോയി. വഴക്കായി. ഞാൻ ഈ ലോകത്തെ കുറിച്ച് മുഴുവനും പഠിച്ചു, നക്ഷത്രങ്ങളെ കുറിച്ച് പഠിച്ചു, ഗ്രഹങ്ങളെ കുറിച്ച് പഠിച്ചു. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഒന്നും മനസ്സിലാവാതെ അച്ഛനെയും അമ്മയും വലം വെച്ച് ഇയാൾക്കാണോ ജ്ഞാനപ്പഴം കൊടുക്കുന്നത്? അപ്പോ ശിവൻ പറഞ്ഞു, എല്ലാത്തിനെ കുറിച്ചും പഠിച്ചെന്നാൽ അറിവാവില്ല. അറിയേണ്ട ഒന്നിനെ കുറിച്ച് പഠിച്ചെന്നാൽ അതാണ് ശരിയായ അറിവ്. നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നവരുണ്ട്. കെമിസ്ട്രി പഠിക്കുന്നവരുണ്ട് ഇതിനകത്ത്, അല്ലെ? ഫിസിക്സ് പഠിച്ചിട്ടുള്ളവരുണ്ട്. ഫിസിക്സിലും കെമിസ്ട്രിയിലും തന്നെ എത്രത്തോളം വൈവിധ്യമുണ്ട് വിഷയങ്ങൾ തമ്മിൽ, അല്ലെ? ഓരോന്നിനെയും എടുത്തിട്ട് പോളിമർ കെമിസ്ട്രി, മൈക്രോബയോളജി, ഇങ്ങനെ ഓരോന്നിനെയും വിശദീകരിച്ച് പഠിക്കാൻ പോയാൽ ഒരായുസ് കൊണ്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ സാധിക്കും? ഒരു വിഷയം പോലും നമുക്ക് മുഴുവനും പഠിക്കാനായിട്ട് സാധിക്കില്ല, അല്ലെ? പക്ഷെ അറിയേണ്ട ഒന്നിനെ കുറിച്ച് അറിഞ്ഞാൽ ഈ ലോകത്തെ കുറിച്ചും അവനവനെ കുറിച്ചും ശരിയായ ബോധം ലഭിക്കുമോ? അതിനെക്കുറിച്ച് മാത്രം പഠിച്ചാൽ അതിൽ നിന്നുണ്ടായ എല്ലാത്തിനെ കുറിച്ചുമുള്ള അറിവ് സ്വാഭാവികമായും നമ്മില് നിറഞ്ഞിരിക്കും.
ഇത് തന്നെയാണ് ഛാന്തോക്യ ഉപനിഷത്തിലെ ഒരു കഥയിൽ പറയുന്നത്. ഛാന്തോക്യ ഉപനിഷത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഉദ്ദാലകൻ എന്ന് പറയുന്ന ഒരു പിതാവ്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഇത് എല്ലാത്തിനും കണ്ടിന്യൂറ്റി ഉണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞു വെക്കുന്നത് ആശാരി പണിത് വെക്കുന്നത് പോലെയാണ്. അവസാനം എടുത്തു വെച്ച് കൂട്ടുമ്പോഴത്തേക്ക് അതേത് പീസായിരുന്നു എന്ന് എന്നോട് ചോദിക്കരുത്. അപ്പൊ ശ്രദ്ധയോടെ ഇരിക്കുക. വളരെ ലളിതമായിട്ടാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോ ഛാന്തോക്യ ഉപനിഷത്തില് ഉദ്ദാലകൻ മകൻ ശ്വേതകേതുവിനെ, അന്നൊക്കെ ഗുരുകുല വിദ്യാഭ്യാസമാണ്, ഗുരുവിന്റെ അടുക്കൽ കൊണ്ടുവന്നാക്കും. പിന്നെ അച്ഛനും അമ്മയും നോക്കില്ല. ഇന്നത്തെ പോലെ രാവിലെ 7 മണിക്ക് ടിഫിനൊക്കെ കെട്ടി ബാക്കിൽ വെച്ച് ഓക്സിജൻ സിലിണ്ടർ പോലെ വെച്ചിട്ട് നേരെ തള്ളിവിടും നമ്മൾ. നിങ്ങൾ അവിടെ പോയി എന്തൊക്കെയോ കഴിച്ചിട്ട് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ഡൈവേർട്ട് ചെയ്യും ഇങ്ങോട്ടേക്ക്, ട്യൂഷൻ മാസ്റ്റർ അടുക്കലേക്ക്. അവസാനം കണ്ണ് മയങ്ങി തിരികെ വരുമ്പോഴത്തേക്കാണ് ഊണ് കൊടുത്ത് കിടക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ വിട്ട് അവസാനം എന്ത് ചെയ്യുന്നു, ഒഴിഞ്ഞ പുട്ടുകുറ്റി പോലെ തിരികെ വരും. ആ പുട്ടുകുറ്റി അറിയാൻ ഏതെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഒഴിഞ്ഞ പുട്ടുകുറ്റിയുടെ പ്രശ്നം എന്താണെന്നറിയാവോ? നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ചിട്ട് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞൊരു കമന്റാ. അന്ന് നമ്മുടെ വിദ്യാഭ്യാസ രീതിയെ കുറിച്ചിട്ട് പറഞ്ഞതാ. എന്താണ്, ഒരു പുട്ടുകുറ്റി എടുക്കുന്നു, അതിനകത്ത് ചില്ലിടുന്നു, എന്നിട്ട് കുറച്ച് തേങ്ങ പൊടി, പിന്നെ തേങ്ങ പൊടി, ഇങ്ങനെ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഇതിൽ ആവി കയറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, ഇതങ്ങ് വേവിക്കുന്നു. അവസാനം ഒരു ഇലയിലേക്ക് കുത്തിയിടുന്നു. ഇതുപോലെ കുറച്ച് കണക്ക്, കുറച്ച് ഇംഗ്ലീഷ്, കുറച്ച് കെമിസ്ട്രി, ഇതെല്ലാം കൂടി കുഞ്ഞിന്റെ മനസ്സിലേക്ക് ഒരു ചില്ലിട്ട് താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടിട്ട് അങ്ങ് കൊടുക്കുന്നു. ആവി അങ്ങ് കയറ്റുന്നു, പരീക്ഷ ചൂടാകുന്ന ആവി അങ്ങ് കയറ്റുന്നു. ഇതൊരു ആവി കയറ്റിലാണ് ഈ പരീക്ഷ ചൂട്. പരീക്ഷയാണ്, മാർച്ച് വരുന്നു, ഏപ്രിൽ വരുന്നു. അപ്പൊ ഇങ്ങനെ ഈ ചൂടങ്ങ് കയറി ചെന്നിട്ട് ഇതിരുന്ന് അങ്ങ് വേവും. വെന്ത് കഴിയുമ്പോൾ പരീക്ഷ പേപ്പറിലേക്ക് കൊണ്ടുവന്ന് ഇതങ്ങ് കുത്തിയിടും. കുത്തിയിട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താ, അതിനുള്ള മാർക്ക് കിട്ടും. ഇത് വെച്ചിട്ട് പുട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ള രീതിയിൽ മാർക്ക് കിട്ടും. പക്ഷെ കുറ്റിയുടെ അവസ്ഥ എന്താ, ഇട്ടതൊക്കെ എന്ത് ചെയ്യും, എല്ലാം ഒഴിഞ്ഞുപോയി. കുറ്റി പോലെ തിരികെ വീട്ടിൽ വന്നിരിക്കും. സർട്ടിഫിക്കറ്റ് ഉണ്ടാകും കയ്യില്. ഈ സർട്ടിഫിക്കറ്റും കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പറഞ്ഞു, മോനെ നമുക്ക് പുതിയൊരു ഫ്ലാറ്റ് വാങ്ങിക്കണം, അപ്പോ അതിനൊരു ആപ്ലിക്കേഷൻ പൂരിപ്പിക്കണം. ഇതാ ഈ ആപ്ലിക്കേഷൻ എടുത്തു വെച്ചിട്ട് നോക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസാനം എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതുമായിട്ട് കോർപ്പറേഷൻ ഇടയ്ക്ക് ചെല്ലുന്നു. 10ാം ക്ലാസ് തോറ്റ ഒരുത്തൻ അവിടെ പേനയുമായിട്ട് ഇരിപ്പുണ്ട്, ഇവന്റെ കൊടുക്കുന്നു. ഇവൻ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയുന്നു, അവൻ പൂരിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇത്രയും നാള് MSc-യോ MCom ഒക്കെ പഠിച്ചിട്ട് ഈ ആപ്ലിക്കേഷൻ പൂരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സുകാരൻ അവിടെ ഇരിക്കണം. എന്താ, പ്രായോഗിക ജ്ഞാനം അവനാണുള്ളത്. അവൻ പറയും ചിലതൊന്നും എഴുതണ്ട, ഇത് എഴുതണ്ട, ഇത് മറച്ചു വെക്കണം, കാരണം ഇത് ഇതുമായിട്ട് പോയാൽ കിട്ടില്ല എന്ന് പറയും. പ്രായോഗിക ജ്ഞാനം അവനേ ഉള്ളൂ. മറ്റത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിരിക്കുക. ഇതുപോലെയുള്ള വിദ്യാഭ്യാസം അന്ന് അന്യമായിരുന്നു. ഈ ഭാരതം ഡെവലപ്പ് ചെയ്തത് ഇന്നുണ്ടായ ഡെവലപ്മെന്റ് അല്ലത്, നൂറ്റാണ്ടുകളായിട്ട് ഡെവലപ്പ് ചെയ്തത് ഗുരുകുല വിദ്യാഭ്യാസത്തിലൂടെയാണ്. പ്രതിഭകൾ ഉണ്ടായത് മുഴുവനും അതിലൂടെയാണ്. പരാശരനും വേദവ്യാസനും ഒക്കെ ഉണ്ടായത് ഗുരുകുല വിദ്യാഭ്യാസത്തിലൂടെയാണ്. നമ്മള് കൃഷ്ണന്റെ ഗീതി കേട്ടു അല്ലേ? കൃഷ്ണൻ പഠിച്ചതും ഏതിലാണ്? ഗുരുകുല വിദ്യാഭ്യാസത്തിലാണ്. അപ്പൊ ലോകം അറിയുന്ന മഹാപ്രതിഭകളെയൊക്കെ വാർത്തെടുത്ത അതേ ഗുരുകുല വിദ്യാഭ്യാസത്തിലേക്കാണ് ഉദ്ദാലകൻ തന്റെ മകൻ ശ്വേതകേതുവിനെ വിടുന്നത്. 12 വർഷം ഇവനവിടെ പഠിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് വരും. അപ്പൊ അച്ഛൻ ഇങ്ങനെ പൂമുഖത്തിരിക്കുകയാണ്. മകൻ 12 വർഷം കഴിഞ്ഞ് പഠനമൊക്കെ പൂർത്തിയാക്കി വരികയാണ്. അച്ഛൻ നോക്കിയോ, പക്ഷെ ചെറിയൊരു കുഴപ്പം. എന്താണ്? ഇവന്റെ തലയൊക്കെ അങ്ങ് പൊങ്ങിയിട്ട് സുരേഷ് ഗോപി വരുന്നത് പോലെയായി വരുന്നത്. അത്രയ്ക്ക് അഹന്ത, ഞാനെല്ലാം അറിഞ്ഞിരിക്കുന്നു, പണ്ഡിതനായിരിക്കുന്നു ഒക്കെ പറഞ്ഞ് നേരെ ഇങ്ങ് വരിക. അപ്പൊ അച്ഛൻ വിചാരിച്ചു, ഉഷ, ഞാൻ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് ഇവനെ പഠിപ്പിച്ചിട്ട് ഇവന്റെ തല എന്താ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത്, എനിക്ക് എല്ലാം അറിയാന്നുള്ള രീതിയിൽ. അച്ഛൻ അങ്ങനെ ഇരുന്നു. മകൻ വന്നു, ഉപചാരങ്ങളൊക്കെ കഴിഞ്ഞു. മോനെ, നീ എല്ലാത്തിനെ കുറിച്ചും പഠിച്ചോ? എല്ലാത്തിനെ കുറിച്ചും ഞാൻ പഠിച്ചു. 12 വർഷം ഞാൻ ഒരു മിനിറ്റ് പോലും വെറുതെ കളഞ്ഞില്ല. ഞാൻ നന്നായി പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. ശരി, സന്തോഷം. അപ്പൊ അച്ഛനൊരു ചോദ്യം ചോദിക്കാമോ? അച്ഛൻ എന്ത് വേണമെന്ന് കുറിച്ച് വേണം ചോദിച്ചോളൂ. അപ്പൊ അച്ഛൻ ചോദിച്ച ചോദ്യം ഇതാണ്: യാതൊന്നിനെ കുറിച്ച് അറിഞ്ഞാൽ
എല്ലാറ്റിനെ കുറിച്ചുമുള്ള അറിവ് ലഭിക്കുമോ? അതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? ഒന്നുകൂടി പറഞ്ഞേ. യാതൊന്നിനെ കുറിച്ച് അറിഞ്ഞാൽ എല്ലാറ്റിനെ കുറിച്ചുമുള്ള അറിവ് ലഭിക്കുമോ? അതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? പയ്യൻ കുറച്ചു നേരം ഒന്ന് കുഴങ്ങി, കേൾക്കാത്ത പോലെയൊക്കെ നിന്നു, ഉമ്മൻചാണ്ടി നിൽക്കുന്ന പോലെ, എന്ന് ചോദിച്ചിട്ട് നിൽക്കുന്ന പോലെ. അപ്പൊ അവസാനം അവൻ കീഴടങ്ങി. എന്താണ്? ഇത് ഞാൻ പഠിച്ചിട്ടില്ല അച്ഛാ. അതെന്ത് സംഭവമാണത്? ഒന്നിനെ കുറിച്ച് അറിഞ്ഞാൽ എല്ലാം അറിയാന്നുണ്ടെങ്കിൽ എന്തിനാ 12 വർഷം വെറുതെ കളഞ്ഞത്? ആ ഒന്നിനെ കുറിച്ചൊക്കെ പഠിച്ചാൽ പോരായിരുന്നോ? അച്ഛൻ പറഞ്ഞു, അങ്ങനെ ഒന്നുണ്ട്. നീ ആ ആൽത്തറ വട്ടത്തിൽ പോയിട്ട് ഒരു ആലിന്റെ വിത്ത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഇവൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ മുഴുവനും പടർന്ന് പന്തലിച്ച് ബൃഹത്തായി നിൽക്കുന്ന, എങ്ങനെ കെട്ടിപ്പിടിച്ചാൽ പോലും എത്താത്ത ആ ആൽമരം, അതിന്റെ വേര് ആ പ്രദേശം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെയുള്ള മഹത്തായ ആൽവൃക്ഷത്തിന്റെ വിത്ത് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്താണ്? കണ്ണിൽ കാണാൻ പോകുന്ന ചെറിയ ഒരു ആൽവിത്ത്. ഇവൻ ഇത് എടുത്തുകൊണ്ടെന്ന് അച്ഛൻ്റെ കൊടുത്തു. ഇനി അച്ഛൻ ഇത് വെച്ചിട്ട് എന്ത് പരീക്ഷണ ചെയ്യാൻ പോകുന്നേ? അച്ഛൻ പറഞ്ഞു, നീ ഇതിനെ അങ്ങ് വിഘടിപ്പിക്കാൻ പറഞ്ഞു. ഇവൻ ഇത് ചെറുതാക്കി 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 വന്ന അവസാനം ഒന്നും ഇല്ലാണ്ടായി, പൊടി പോലും ഇല്ലാണ്ടായി, അത്രയ്ക്ക് അങ്ങ് ചെറുതാക്കി. അച്ഛൻ പറഞ്ഞു, ഇത്രയും ചെറിയ ആൽവ്യത്തിനെ നീ വിഘടിപ്പിച്ച് വന്നപ്പോ ഒന്നും ഇല്ലാണ്ടായി അല്ലേ? ഈ ചെറിയ ആൽവ്യത്തിൽ നിന്നാണ് ഇത്രയും വലിയ മരം ഉണ്ടായത്. അതെങ്ങനെ ഉണ്ടായി? ഈ ചെറിയ ആൽവ്യത്തിൽ നിന്ന് ഇത്രയും വലിയ മരം എങ്ങനെ ഉണ്ടായി? മകൻ അത്ഭുതം, മകന് പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഈ ആൽവൃക്ഷം അതിന്റെ എല്ലാ വലിപ്പത്തോടും കൂടി ഈ ചെറിയ വിത്തിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. കാലാകാലത്തിൽ വെളിപ്പെട്ടതാണ് ഇത്രയും വലിയ വൃക്ഷമായി മാറിയത്. നീ ആ വിത്തിനെ വിഘടിപ്പിച്ചപ്പോൾ അതൊന്നുമില്ലാണ്ടായി. അപ്പോ ഒന്നുമില്ലായ്മ, ശൂന്യതയിൽ നിന്ന് ഉണ്ടായി കാണുന്നതാണ് ഈ ലോകം മുഴുവനും. അപ്പോ അറിയേണ്ട ഒന്ന് ഏതാണ്? നമുക്ക് കാണാൻ വയ്യാതെ പോയ ആ ഇല്ലാതിരിക്കുന്ന ശൂന്യതയാണ്. അതിന്റെ ഒരു ചെറു കണം, ആ വിത്ത്, അത് വലിയ ആലിനെ എങ്ങനെ ഉള്ളിലടക്കി വെച്ചിരിക്കുന്നു, അതുപോലെ സൂക്ഷ്മമായ ബ്രഹ്മം ഈ ലോകത്തെ മുഴുവനും അടക്കി വെച്ചിരിക്കുന്നു. അത് സ്ഥൂലമാകുമ്പോ ഇത്രയും ബൃഹത്തായ ലോകത്തെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ സൂക്ഷ്മമായിരിക്കുന്ന ബ്രഹ്മത്തെ അറിഞ്ഞാൽ സ്ഥൂലമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെയും അതിലൊരു ഭാഗമായിരിക്കുന്ന നിന്നെയും നിനക്ക് മനസ്സിലാവും. നീ കുട്ടിക്കാലം തൊട്ട് എന്നോട് ചോദിച്ചത്, ഗുരുവിനോട് ചോദിച്ചത് പുറമേ കാണുന്ന വസ്തുക്കളെയാണ്. നീ നിന്നെ കുറിച്ച് ചോദിച്ചില്ല അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചുണ്ടും നാക്കും ഒക്കെ തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് ആദ്യം ചോദിക്കും, അതെന്താ അച്ഛാ, ഇതെന്താ അച്ഛാ, അതെന്താ അമ്മയെന്ന് ചോദിക്കും അല്ലേ? ഞാൻ ആരാ അച്ഛാന്ന് ചോദിക്കൂ? ചോദിക്കില്ല. അവസാനം വരെ ചോദിക്കുന്നില്ല. ഈ ലോകം മുഴുവനും പഠിച്ചാലും ഞാൻ ആരാണെന്ന് അറിയാൻ വയ്യാത്തവൻ മറ്റുള്ളവരെ അറിയാൻ സാധിക്കില്ല. അങ്ങനെയുള്ള തലമുറയാണ് ഈശ്വര വിചാരമില്ലാതെയും ജീവിത മൂല്യം എന്താണെന്ന് അറിയാൻ വയ്യാതെയും അച്ചടക്ക രാഹിത്യത്തെ സ്വാതന്ത്ര്യമായിട്ട് കണ്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഉല്ലസിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഡോറിലെ ചെറിയ വഴിയിലൂടെ നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് പുറകിൽ നിന്നിട്ടൊരു ബൂം എന്നൊരു ശബ്ദം കേൾക്കാം. ഭാഗ്യം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും. എന്താണ്? ഒരു റേസർ ബൈക്കില് ഓന്ത് തലയിൽ ഓടിക്കേറിയതുപോലെ മുടിയും വെച്ചു കെട്ടിക്കൊണ്ട് പിള്ളേർ ഇങ്ങനെ പാടും. നല്ല കറുത്ത ഓന്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വാലും ഇട്ടുകൊണ്ടിരിക്കുന്നത് പോലെ രണ്ടു വശത്തുനിന്നും ചെത്തി ചരപ്പിച്ചങ്ങ് കളയും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അടിവസ്ത്ര കമ്പനിക്കാരുടെ പരസ്യം പോലെ ഒരു ജീൻസും അങ്ങ് എടുത്തിടും, കാതില് 2-3 കമ്മലും എടുത്തിടും. ഒരിക്കൽ ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലൊരു പ്രഭാഷണം കഴിഞ്ഞിട്ട് നിൽക്കുക. അപ്പോൾ സംഘാടകരും എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ കുറച്ച് പിള്ളേർ ഇതുപോലെ വന്നിട്ട്, ഇപ്പൊ നമ്മുടെ ഇരിക്കുന്നൊക്കെ ചെറിയ മൊബൈലാണ്, ഇത് വലുത് സാധനമുണ്ട്, അതെടുത്ത് വെച്ചിട്ട് വെറ്റിലയില് ചുണ്ണാമ്പ് തേക്കുന്നത് പോലെ എപ്പോഴും ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അവർ വെറ്റിലയിൽ തേക്കുന്നു, ഇവിടെ മൊബൈലിൽ തേക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വികൃത കോലങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഈ സംഘാടകരോട് ചോദിച്ചു, ശരിക്കും പറയുന്ന മനുഷ്യന് ചിരിക്കാൻ വേണ്ടിയിട്ട് ജനിച്ചിരിക്കുന്നത് പോലെ ഉണ്ട്, ഇത് കണ്ടാൽ നമുക്ക് ചിരി വരും. ഞാൻ പറഞ്ഞു, ഇവർ രാത്രി ഓടിച്ചെന്നിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടറോട് പറയുകയാണ്, ഡോക്ടർ എൻ്റെ അച്ഛൻ വയ്യാതിരിക്കുന്നു, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് വരണം.
ഡോക്ടർ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഈ കോലോ കാണുന്നത്. ഡോക്ടർ ചിരിക്കുവോ അതോ കൂടെ പോകുമോ? സീരിയസ്നെസ് കൊടുക്കുവോ അവർക്ക്? പിള്ളകളിയുമായിട്ട് നടക്കുന്നവർ എന്നെ പറ്റിക്കാൻ വന്നാണെന്നല്ലേ ഈ ഡോക്ടർ വിചാരിക്കത്തുള്ളൂ. എന്നെ ട്രാപ്പ് ചെയ്യാൻ വന്നാണ്, പോയി നാളെ ഹോസ്പിറ്റലിൽ വന്നാൽ മതി എന്ന് പറയും. അതേസമയത്ത് ഒരു മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് മാന്യമായി ചെല്ലുന്ന ഒരാള് ഈ ഒരു ആവശ്യമായിട്ട് പറഞ്ഞാൽ ഡോക്ടർ പറയും വണ്ടി വിളിക്ക് പോവാന്ന് പറയും. നമ്മെ കണ്ടെന്നാൽ നമുക്ക് ജീവിത ബോധമുണ്ടെന്നോ നമ്മൾ ഈ ജീവിതത്തിൽ ഉത്തരവാദിത്തത്തോടുകൂടിയാണോ ജീവിക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വേഷവിധാനം നോക്കിയാൽ മതി. അതില്ലാത്ത ഒരു തലമുറ ഇങ്ങനെ ഓടി കളിച്ചിവിടെ എന്തിനോ ജനിച്ചു. ഈ പോകുന്ന വഴിക്ക് ഏതെങ്കിലും വണ്ടി ഇടിച്ചങ്ങ് തീർന്നു പോയാലോ? അവർ സുഖമായിട്ട് മരണലോകത്തേക്ക് പോക്കളയും. അത്രയും നാള് വളർത്തിയ അച്ഛനമ്മ മാത്രമേ കിടന്ന് വിഷമിക്കുകയും കരയുകയും ചെയ്തുള്ളൂ. കാരണം എന്താ? അത്രയും എഫേർട്ട് എടുത്തിട്ട് ലോകത്തിനും പ്രയോജനപ്പെട്ടില്ല, തനിക്കും പ്രയോജനപ്പെട്ടില്ല. പക്ഷെ ഈ മരിക്കുന്നവർക്ക് അത്രയും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ എത്രയോ പേര് ദിവസം ഇങ്ങനെ അപകടപ്പെടുന്നു. എന്നിട്ടും നമ്മുടെ കുട്ടികൾ മാറി ചിന്തിക്കുന്നുണ്ടോ? അവരുടെ കൂട്ടുകാർക്ക് തന്നെ ഈ ട്രാപ്പ് വന്നാലും മാറി ചിന്തിക്കില്ല. അടുത്ത കാലത്തെ ചാനലിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു, ഏഷ്യാനെറ്റ് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ മരണപ്പെട്ട കുട്ടികളുടെ അച്ഛനമ്മമാരെ വെച്ചിട്ട് അവരുടെ ചർച്ച. അപ്പൊ പറയുന്ന കഥയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും. പക്ഷെ അതൊക്കെ ഇങ്ങനെ ചാനലിൽ മാറ്റി കണ്ടുകൊണ്ടിരുന്നാലും കണ്ടുകൊണ്ടിരിക്കുന്ന പയ്യനും അച്ഛനോട് ചോദിക്കുന്നത് ഒരു റേസർ ബൈക്കാണ്. ഇതിന്റെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത്. ജീവിതത്തെക്കുറിച്ച് ബോധമില്ലാതിരിക്കുക, ജീവിത മൂല്യങ്ങളെ കുറിച്ച് അറിവില്ലാതിരിക്കുക. അത് അവരുടെ കുഴപ്പമാണോ? ആണോ? ഒരിക്കലുമല്ല. കാരണം അവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്, ഫാഷൻ അനുസരിച്ച് മാറുന്ന വസ്ത്രം കൊടുത്തിട്ടുണ്ട്, ജീവിത സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ അവരെ ജീവിപ്പിച്ചിരുത്തുന്ന ആ പ്രാണന്, ആ ആത്മാവിന് വേണ്ടിയിട്ട് മാത്രം ഒന്നും കൊടുത്തിട്ടില്ല. നമുക്കൊക്കെ എവിടുന്നാ ജീവിത മൂല്യം കിട്ടുന്നേ? നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടിയതാ അല്ലേ? അത് മുത്തശ്ശി കഥ ഉണ്ടാവും, ഇതിഹാസങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമുക്ക് ചീത്ത എന്താണ് നല്ലത് എന്താണെന്ന് അറിയാം. ഇപ്പൊ മുതിർന്നവരെ മാനിക്കുക എന്ന് പറയുന്നത് നല്ലതോ ചീത്തയോ? നല്ലതാന്ന് ആരാ പറഞ്ഞു തന്നെ നമ്മളോട്? കുട്ടിക്കാലത്ത് നമ്മെ പറഞ്ഞു പഠിപ്പിച്ചാണ് അല്ലേ? കുട്ടിക്കാലത്ത് കിട്ടുന്ന സാധനം എന്ത് ചെയ്യുന്നു? അതുപോലെ സ്റ്റോർ ചെയ്യും. ഇപ്പൊ കുട്ടിക്കാലത്ത് നമുക്ക് സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും കിട്ടിയ മൂല്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ വളരുന്നേ. വളർന്ന് നമ്മൾ നഗരത്തിലൊക്കെ പോയി ആധുനിക ജീവിതത്തിലേക്ക് വന്നാലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്തെന്നാൽ നമ്മുടെ മനസ്സിനെ കിടന്ന് അലട്ടും ആ സംഭവം അല്ലേ? തെറ്റാണ് ഞാൻ ചെയ്തത്, ശരിയായില്ല എന്ന് അലട്ടുന്നതിന്റെ കാരണം നേരത്തെ ശരി എന്താണെന്ന് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സ് കമ്പയർ ചെയ്യും ഇതുമായിട്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മനസ്സ് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അവനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ബേസിക് മൂല്യം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. ഇപ്പൊ കമ്പ്യൂട്ടറും അങ്ങനെയല്ലേ ചെയ്യുന്നേ? കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ എന്താണത്? ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെ? ഇന്ന കമ്പ്യൂട്ട് ചെയ്തെന്നാൽ ഇന്ന ഉത്തരം. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളൊരു പ്രോബ്ലം കൊടുക്കുമ്പോഴത്തേക്ക് അത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് സൊല്യൂഷൻ തരുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കുട്ടിക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മൂല്യങ്ങൾ അവന്റെ മനസ്സ് കമ്പയർ ചെയ്തിട്ടാണ് അവൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് അവൻ അറിയുന്നത്. അത് നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ അവന്റെ മദർ ബോർഡ് വേക്കന്റ് ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവൻ ഇഷ്ടമുള്ളത് ചെയ്യും. ഇപ്പൊ എന്റെ ഒരു ബന്ധു വീട്ടിൽ വയ്യാതിരിക്കുക, 85 വയസ്സുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തിന് ഈ ബെഡ് സോർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ഒരു കസേര എടുത്ത് ഇട്ടുകൊണ്ടൊന്ന് മരുമോള് പൂമുഖത്തിരുത്തും. കാരണം കിടന്നു പോയാൽ അതാന്ന് വെച്ചാൽ എല്ലാ ദിവസവും കഷ്ടപ്പെട്ട് ഇവള് കൊണ്ടുവന്നിരുത്തും. കുറച്ചു നേരം കഴിഞ്ഞുകൊണ്ട് കിടത്തും, ഉച്ച കഴിഞ്ഞ് പിന്നെയും കൊണ്ടുവന്നിരുത്തും. അപ്പൊ അവിടെ ഒരു പയ്യനുണ്ട്. അവൻ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇവൻ ഈ കസേരക്ക് ചുറ്റിനും കിടന്ന് ഓടി ഓരോന്ന് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ തവണ ഓടുമ്പോഴത്തേക്കും ഇവൻ ഈ അപ്പൂപ്പന്റെ കാലിനിട്ട് തട്ടുന്നുണ്ട്. അപ്പൂപ്പൻ തട്ടുകൊള്ളുമ്പോഴാണ് എഴുന്നേക്കുന്നത്, പിന്നെയും ഇങ്ങനെ തൂങ്ങിയിരിക്കും. അപ്പോ ഇവന്റെ അച്ഛൻ കണ്ടിട്ട് ഇങ്ങ് ഓടിയെന്ന് പറഞ്ഞു, ഇടാ അപ്പൂപ്പന്റെ കാലിലാണ് നീ ചവിട്ടിയിട്ട് ഓടുന്നത്, നീ എന്നിട്ട് സോറി പറയുന്നുണ്ടോ? വൈകുന്നേരം ഒന്നിച്ചു പറയാന്നേ. കാരണം എന്താ? അവൻ ഇനിയും തട്ടും അതുവഴി പോയിട്ട്. അപ്പൊ വൈകുന്നേരം ഒന്നിച്ചു പറയാൻ വേണ്ടിട്ട് പുള്ളിക്കാരൻ വെച്ചിരിക്കുക.
പക്ഷെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കില്ല. കാരണം എന്താ? അത് വലിയ തെറ്റാണ്, അല്ലേ? അപ്പോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ജീവിതത്തെ റിലാക്സ് ചെയ്ത് അവസാനം പിടിവിട്ടുപോയി. പശുവിനെ നമ്മൾ മരത്തോട് ചേർത്ത് കെട്ടിയാൽ അതിനെ ശ്വാസം മുട്ടി ചത്തുപോകും. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് അയച്ചിടും. ആ മരത്തിന് ചുറ്റിനും ഒന്ന് കറങ്ങി നടക്കത്തക്ക രീതിയിൽ ഒന്ന് അയച്ചിടും. അപ്പൊ പശുവിനും തോന്നുന്നു എനിക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യമുണ്ട്, കുഴപ്പമില്ല, ഇവർക്ക് പാല് കൊടുക്കുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല, എന്താ എനിക്ക് ഇവിടെയൊക്കെ കറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെയാണ് നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ടിരുന്നത്, അല്ലേ? ഒരു ചെറിയ കയറിട്ടേക്ക് ഇവര് പോലും അറിയത്തില്ല. പക്ഷെ ആ പരിധി കടന്നു പോകുമ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്ന ഒരു സ്നേഹബന്ധവും ഒരു ഉത്തരവാദിത്ത ബോധവും കൊടുത്താ നമ്മൾ വളർത്തിയിരുന്നു. പക്ഷെ ഇന്നിപ്പോ എന്ത് ചെയ്തു? ഈ കെട്ടേ ഇല്ല. അപ്പൊ അവൻ എവിടെ വേണമെങ്കിലും പോവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പണ്ടൊരു പട്ടം ആകാശത്തേക്ക് പറന്നു. ഒരു തത്ത അതിനോട് മത്സരിച്ചു. അപ്പോ പട്ടത്തിനെ തത്ത മറികടന്നു. പട്ടം പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ നിന്നേക്കാൾ മുകളിൽ പറക്കാൻ സാധിക്കും, പക്ഷേ എന്നെ താഴെ നിന്ന് ഒരാൾ ചരടിട്ട് നിയന്ത്രിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് നിന്നെ തോൽപ്പിക്കാനാവില്ല. നീ ധൈര്യമുണ്ടെങ്കിൽ ഈ ചരടൊന്ന് കൊത്തി പൊട്ടിച്ചു തരൂ, ഞാൻ നിന്നേക്കാൾ മുകളിൽ പോകാൻ പറഞ്ഞു. തത്ത എന്ത് ചെയ്തു? ഒരു കടി കൊടുത്തു. ചരടങ്ങ് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പട്ടം എന്ത് ചെയ്തു? തലകുത്തി താഴെ. എവിടെ പോയി വീണു? സമുദ്രത്തിൽ പോയി വീണു. അപ്പോ നമ്മൾ ഇത്രേ ആലോചിക്കേണ്ടതുള്ളൂ. ആ ചരടെന്ന് പറയുന്നത് സ്നേഹച്ചരടാണല്ലേ? ഈ പട്ടത്തെ സുരക്ഷിതമായി താഴെ ഇറക്കുന്നതും മുകളിൽ ഉയർത്തി നിർത്തുന്നതും ആ ചരടാണ്. ഈ ചരട് ഒരിക്കലും പൊട്ടിച്ച് കളയരുത്. ഈ ചരട് ഇടാതെയും ഇരിക്കരുത്. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും സ്ത്രീകളാണ്. എല്ലാവർക്കും അറിയാം, ഗർഭപാത്രത്തിലാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്, അല്ലേ? ആ ഗർഭപാത്രത്തിൽ വെച്ച് എങ്ങനെയാണ് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നത്? ഗർഭപാത്രത്തിൽ വെച്ചിട്ട് കുഞ്ഞിന് ഫുഡ് വേണ്ടേ? എങ്ങനെയാ കൊടുക്കുന്നത് നിങ്ങള്? അതിനൊക്കെയുള്ള സംവിധാനം അകത്തുണ്ടല്ലേ? എന്താണത്? പൊക്കിൾ കൊടിയിലൂടെയാണ് ഫുഡ് അകത്തേക്ക് ചെല്ലുന്നതും കുഞ്ഞിന്റെ വേസ്റ്റ് അതിലൂടെ തന്നെയാണ് പുറത്തേക്ക് പോകുന്നത്. പ്രസവിച്ചു കഴിയുമ്പോഴത്തേക്ക് ഡോക്ടർ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു? കുഞ്ഞിനെയും അമ്മയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ചരട് അങ്ങ് കട്ടി, അല്ലേ? പിന്നെ ശാരീരികമായിട്ട് ഇവര് തമ്മിൽ ബന്ധമില്ല. പക്ഷെ ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിന്റെ മനസ്സുമായിട്ട് അവൻ എത്രത്തോളം വലുതായാലും ബന്ധം ഉണ്ടാവും. ഉണ്ടാവണം. അപ്പൊ മനസ്സിനൊരു പൊക്കിൾ കൊടിയുണ്ട്. ആ പൊക്കിൾ കൊടിയിലൂടെ അമ്മ എന്ത് ചെയ്യണം? നല്ല ചിന്തകൾ. നേരത്തെ ഫുഡാണ് കൊടുത്തിരുന്നതെങ്കിൽ മനസ്സിന്റെ പൊക്കിൾ കൊടിയിലൂടെ നല്ല ചിന്തകൾ കുഞ്ഞിലേക്ക് കൊടുക്കണം. അവന്റെ ഉള്ളിലെ മോശം ചിന്തയെ എന്ത് ചെയ്യണം? വലിച്ച് പുറത്തേക്ക് എടുക്കണം. ഇത് നമ്മുടെ അമ്മമാര് ചെയ്യാത്തത് വലിയ പരിധി വരെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നുണ്ട്. നിയന്ത്രണമല്ല, ഒരു മേൽനോട്ടം. അവർക്ക് തെറ്റ് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളൊരു മേൽനോട്ടം. അവരുടെ കണ്ണ് വസ്തുതയെ ശരിയായി കാണുന്നത് വരെ എന്റെ കണ്ണാവണം അവന്റെ കണ്ണ്. അവരുടെ ചിന്ത കാര്യങ്ങളെ യഥാർത്ഥത്തിൽ ബോധിക്കപ്പെടുന്നത് വരെ എന്റെ ചിന്തയാവണം അവന്റെ ചിന്ത. ഇതാണ് ഞാൻ പറഞ്ഞ ആ മനസ്സിന്റെ പൊക്കിൾ കൊടി ബന്ധം. അത് നിങ്ങൾക്ക് പാലിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുദിനം അറിവ് നേടി വികസിച്ചു കൊണ്ടിരിക്കണം. കല്യാണം കഴിഞ്ഞ് ചിലരോട് ചോദിക്കും, വൈഫ് എന്താ പരിപാടി? ഹൗസ് വൈഫാ. ഇതെന്താ പോസ്റ്റോ? ഈ ഹൗസ് വൈഫ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റാണോ? ഒരു ജോലിയാണ്? ഒരിക്കലും അല്ല. പക്ഷെ ഇതൊരു ജോലിയാക്കി വെച്ചിരിക്കും. ഇപ്പൊ പറഞ്ഞ ഹൗസ് വൈഫ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉള്ളത് പോലെ തോന്നും. അങ്ങനെ അങ്ങ് ആ പോസ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ പത്രം വായിക്കില്ല, ടിവിയിൽ ന്യൂസ് കാണില്ല. ഏത് സമയവും ഈ തൂത്തു തുടക്കലും വേവിപ്പും മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഭർത്താവ് പുറത്ത് ജോലി ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹം ഓൾറെഡി വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ കൊണ്ടും ഓൺലൈൻ പത്രങ്ങൾ സഹിതം വായിച്ച് ലോകത്തെ കുറിച്ച് അറിവുമായിട്ട് വരും. വീട്ടിലിരിക്കുന്നയാൾ ഇതൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇവർക്ക് തമ്മിൽ പൊതുവെ സംസാരിക്കാൻ ഒരു വിഷയവും കാണില്ല. പിന്നെ ഉണ്ടാക്കുന്ന വിഷയം എന്താണ്? അടുത്ത ആഴ്ചയിലെ അങ്കിളിന്റെ മോളുടെ കല്യാണാണ്, എനിക്ക് പട്ടുസാരി വേണം.
ഇതാണ് ഡിസ്കഷൻ. അത് വേണോ വേണ്ടയോ എന്നുള്ള തർക്കമാണ് മിക്കവാറും അടി ഉണ്ടാക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഈ ലോകം എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നു, ഇവരെങ്ങനെയൊക്കെ പോകുന്നു, ഇവർ ഏത് വഴിക്കൊക്കെ പോകുന്നു എന്ന് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ലോകത്തിൽ വരുന്ന മാറ്റം അറിയണം. ഇപ്പൊ പച്ചക്കറി നിങ്ങൾ ഉണ്ടാക്കി പലതരത്തിലുള്ള ഫുഡ് ഉണ്ടാക്കാൻ റെസിപ്പി നോക്കി നിങ്ങൾ പഠിക്കും. പക്ഷെ പച്ചക്കറിയിൽ വ്യാപകമായി വിഷം ചേർക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ ന്യൂസ് പുറമെ നടക്കുന്ന എന്താണെന്ന് അറിയണം. അതില്ലാതെ പോകുന്നു. മറ്റൊന്ന്, ആത്മീയ വിദ്യാഭ്യാസം നമ്മൾ ശ്രദ്ധിക്കുന്നതേ ഇല്ല. അമ്പലത്തിൽ പോയി നമ്മുടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ടോ അല്ലേ? ആണോ? നമസ്തേ. नमस्ते साहब जी, मैं सजीव कृष्णन कैरोल से आ रहा है। ആത്മീയമായിട്ട് നമ്മുടെ മനസ്സിനെ ഉണർത്തുന്ന, നമ്മുടെ സ്വഭാവത്തെ ദൃഢപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള അറിവ് ശേഖരിക്കുവാനായിട്ടുള്ള മടി, ഇത്രയും കൊണ്ട് സംഭവിക്കുന്ന എന്താണെന്നറിയാവോ? നമ്മുടെ കുട്ടി ഒരു 12-13 വയസ്സായി കഴിഞ്ഞാൽ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും കുഞ്ഞിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. കാരണം എന്താ? അവൻ അല്ലെങ്കിൽ അവൾ വ്യവഹരിക്കുന്ന ലോകം നമ്മുടെ അറിവിനും അപ്പുറമാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവൻ പിന്നെ നമ്മളോട് ഉപദേശം ചോദിക്കില്ല. കാരണം ഞാൻ ഈ പറയുന്ന സബ്ജക്റ്റ് അമ്മയ്ക്ക് അറിയാത്തതാണ്, അച്ഛന് മനസ്സിലാവാത്തതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ ഡിസ്കസ് ചെയ്യുന്ന ആരുമായിട്ടായിരിക്കും? അവന്റെ ഫ്രണ്ട്സുമായിട്ടായിരിക്കും. ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഇവന്റെ അതേ പ്രായക്കാരാണ് അല്ലേ? വീണ്ടും വിചാരമില്ലാത്തവരാണ്, വരും വരായി അറിയാത്തവരാണ്. അവര് കൊടുക്കുന്ന ഉപദേശം അനുസരിച്ച് പോകുന്നവൻ പരാജയപ്പെടുകയോ ജയിക്കുവോ? ഇതാണെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് അച്ഛനമ്മമാരായാൽ ഗാർഹസ്ഥ്യം എന്ന് പറയുന്നത് ബ്രഹ്മചര്യം പോലെയും സന്യാസം പോലെയും വാനപ്രസ്ഥം പോലെയും അതീവ ശ്രദ്ധയോടും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നിർവഹിക്കേണ്ട ഒരു ജീവിത ധർമ്മമാണ്. ഇത് കേവല സുഖമോ ഭൗതികമായ ആഗ്രഹ നിർവഹണമോ അല്ല. ഗാർഹസ്ഥ്യം എന്ന് പറയുന്നത് ഈ ലോകത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് പുതിയ സമൂഹത്തെ സൃഷ്ടിച്ച് വളർത്തി ലോകത്തിന് അനുരൂപരാക്കി കൊടുക്കുന്ന പ്രക്രിയയാണ് എന്ത്? ഗാർഹസ്ഥ്യം എന്ന് പറയുന്നത്. അല്ലാണ്ട് കല്യാണം കഴിക്കുന്നു, 6 മാസം കഴിഞ്ഞിട്ട് ഉണ്ടായില്ലെങ്കിൽ നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കും എന്താ വിശേഷമായില്ലേ എന്ന് പറയുമ്പോൾ വിശേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ പെടാപ്പാടുകളാണ്. അതിനെന്ത് ചെയ്യുന്നു? വൈദ്യശാസ്ത്രത്തെ പോയി ആശ്രയിക്കുന്നു. അവർ കുത്തി പഴിപ്പിച്ച ഒരു സാധനത്തിനെ കൊടുക്കുന്നു. 8-9 ലക്ഷം മുടക്കിയിട്ട് കയ്യിലേക്ക് വരുന്ന ഈ സാധനം നമുക്ക് പിന്നെ എന്താണ്? അത് പറയുന്നതാണ് നമ്മുടെ കാര്യം. അത് പറയുന്നത് സാധിച്ചു കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ജീവിതം ഇല്ലാണ്ടാവും. അപ്പൊ സാധിച്ചു വരുമ്പോ അവസാനം ATM മെഷീനിൽ നിന്ന് പൈസ എടുക്കുന്നത് പോലെയാണ് അച്ഛനും അമ്മയും. മെഷീനിൽ പൈസ ഇല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഈ ATM മെഷീൻ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ചേക്കാൻ പറയും. അങ്ങനെ കൊണ്ടുവയ്ക്കുന്ന സ്ഥലമാണ് വൃദ്ധസദനം എന്ന് പറയുന്നത്. പൈസ തീർന്നു പോയ ATM മെഷീനുകൾ ഇരിക്കുന്നത് പോലെ അവസാനം നമ്മൾ ഇരിക്കും. നമുക്ക് അവസാന കാലത്തും ഇവന്റെ നറിഷ് ചെയ്യുന്ന സാധനങ്ങൾ കൊടുക്കാൻ സാധിച്ചെന്നാൽ ഒരു മെഷീനും വീട്ടിൽ നിന്ന് പോകത്തില്ല. നമ്മൾ വേസ്റ്റ് ആയി പോയതുകൊണ്ടാണ് എക്സ്പെൽ ചെയ്യപ്പെടുന്നത്. വേസ്റ്റ് എപ്പോഴും എക്സ്പെൽ ചെയ്യപ്പെടും. സ്വയം വേസ്റ്റ് ആവാതിരിക്കാൻ ഓരോ വ്യക്തിയും മരണത്തിന്റെ തലേ നിമിഷം വരെ ശ്രദ്ധിച്ചാൽ സമൂഹത്തിൽ നിന്ന് പിന്തള്ളപ്പെടത്തില്ല, സ്വന്തം വീട്ടിൽ നിന്ന് പിന്തള്ളപ്പെടത്തില്ല, വ്യക്തിബന്ധങ്ങളിൽ നിന്ന് പിന്തള്ളപ്പെടത്തില്ല. എന്നും നമുക്ക് ചുറ്റിനും ആളുണ്ടാവും. 96-ാമത്തെ വയസ്സിൽ നമ്മുടെ നാട്ടിലെ VS അച്യുതാനന്ദൻ എങ്ങോട്ടേക്കെങ്കിലും പോയാൽ 100 കണക്കിന് ആള് കൂടെ ഉണ്ടാവും. എന്തുകൊണ്ടാ? അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുക. അദ്ദേഹത്തെ കൊണ്ട് ജനങ്ങൾക്ക് ഇപ്പോഴും ആവശ്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും എക്സ്പെൽ ചെയ്യപ്പെടത്തില്ല. നമ്മൾ സ്വന്തം വീട്ടിലേക്കും സ്വന്തം കുഞ്ഞുങ്ങളെയും വളർത്താൻ വേണ്ടി മാത്രം
ലൈഫ് വിനിയോഗിക്കുമ്പോഴത്തേക്ക് പറ്റുന്നതാണ്. നമ്മുടെ എല്ലാം ഊറ്റി കഴിയുമ്പോഴത്തേക്ക് ഈ കുഞ്ഞ് നമ്മൾക്കൊരു ബാധ്യതയാവും, അല്ലെ? അവർക്ക് നമ്മളൊരു ബാധ്യതയാവും. നമുക്ക് സാമൂഹ്യ ബന്ധമില്ല. സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ നമ്മെ നോക്കി ചിരിച്ചു കാണിക്കുന്ന ഒരു ഫേസ് പോലും ഇല്ല. കാരണം എന്താ? നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇവർക്ക് സമ്പാദിക്കലായിരുന്നു നമ്മുടെ പരിപാടി. ആ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? റിട്ടയർ ആവുന്നവരെ പോലെ വഴിയിലായി പോകും. സ്വാഭാവികമല്ലേ? അതുകൊണ്ട് സ്വയം വളരാനും ആവശ്യ ഘടകമായി ഈ സമൂഹത്തിൽ നിലനിൽക്കാനും ഉള്ള അറിവ് നമ്മൾ നേടിക്കൊണ്ടിരിക്കണം. ഈ അറിവിന് നമുക്ക് സമീപിക്കാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റായ, ഏറ്റവും സമ്പൂർണമായ ഒരു സ്ഥാനമാണ് ശ്രീനാരായണ ഗുരു. ഇപ്പൊ എന്തുകൊണ്ട് ഇന്ന് ഇൻഡോറില് ഈ വെയിലത്ത് ചെറിയ മറകെട്ടി നമ്മൾ ഇരിക്കുന്നു എന്ന് ചോദിച്ചെന്നാൽ അതിന്റെ ഉദ്ദേശമാണ് ഞാൻ ഇത്ര നേരം കൊണ്ട് വെളിപ്പെടുത്തിയത്. എന്തുകൊണ്ട് ഗുരുവിനെ പഠിക്കുന്നു? അനുദിനം ഈ ലോകത്ത് ജീവിക്കാനായിട്ടുള്ള അർഹത നേടാൻ വേണ്ടിയിട്ട് ഞാൻ ഗുരുവിനെ അറിയുന്നു, ഗുരുവിൽ നിറഞ്ഞിരിക്കുന്നു. ഗുരുവിൽ നമ്മൾ നിറഞ്ഞിരുന്നാൽ അത്രയും കാലം നമുക്ക് ചുറ്റിനും നമ്മുടെ ആവശ്യക്കാരുണ്ടാവും. ഇപ്പൊ ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 99% ആൾക്കാരെയും പോലെ പൊളിറ്റിക്സോ പരിസ്ഥിതി ശാസ്ത്രമോ ഒക്കെ സ്പെഷ്യലൈസ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇൻഡോറിൽ ഞാൻ വന്ന് ഇരിക്കുമോ? ഇരിക്കില്ല. കാരണം നിങ്ങൾക്ക് അതുപോലുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ ഞാൻ ഗുരുവിൽ സ്പെഷ്യലൈസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? എനിക്കിപ്പോ വീട്ടിലിരിക്കാൻ നേരമില്ല. ലോകത്താകമാനം ആവശ്യക്കാരുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് പോകേണ്ടി വരുന്നു. അപ്പൊ ഗുരു ഒരു ഔട്ട്ഡേറ്റഡ് സാധനമാണോ? അല്ലയോ? ഔട്ട്ഡേറ്റഡ് ആണോ ഗുരു? അല്ല. ഈ ലോകം ഗുരുവിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് നേരത്തെ ശശി സാർ പറഞ്ഞ പോലെ നമുക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് നമ്മുടെ ദേവരാജൻ ചേട്ടന്മാരോടും നമ്മുടെ പീതാംബരൻ, നമ്മുടെ വൈസ് പ്രസിഡന്റ് പുഷ്പാങ്കദൻ ഇപ്പോ ചേട്ടൻ ഇരിക്കുന്നു, പറയാനുള്ളത് ഇൻഡോർ ശ്രീനാരായണ സമാജത്തിന് ഒരു നല്ല പഠന കേന്ദ്രം വേണം, ഗുരുപഠന കേന്ദ്രം വേണം. റെഗുലർ ആയിട്ടുള്ള പഠനം നടക്കണം. റെഗുലർ ആയിട്ടുള്ള പഠനം നടന്നാൽ എനിക്ക് ഇത്ര ഇൻട്രൊഡക്ഷൻ തരേണ്ട കാര്യം വരത്തില്ല. ഇതിപ്പോ ശിലാസ്ഥാപനമായി ഇത്ര നേരം കൊണ്ട് നടത്തിയത്. ഒരു കാര്യത്തിന്റെ യൂസേജ് അറിയാതെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു മിക്സി വാങ്ങിയെന്നാൽ അതിനകത്ത് ഒരു കാർഡ് ഉണ്ടാവും, ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുണ്ടാവും. ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയാലുണ്ടാവും, ഒരു TV വാങ്ങിയാലുണ്ടാവും, ഇത് എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുണ്ടാവും. ഇതിനേക്കാൾ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്നാൽ ഇതിനെ എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതിന് മാത്രം ടാഗ് ഇല്ല. കാരണം എന്താ? എങ്ങനെയോ കിട്ടി, എങ്ങനെയോ വളർത്തുന്നു, എങ്ങനെയോ വളരുന്നു, എങ്ങനെയോ ജീവിക്കുന്നു, എങ്ങനെയോ മരിക്കുന്നു, താണ്ട കിടക്കുന്നു. ടാഗ് വേണം. ആ ടാഗാണ് എന്താണ്? സ്പിരിച്വൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം. അപ്പോ അത് ഈ സംഘടന എത്രത്തോളം നന്നായി വളർത്തിയെടുക്കുന്നോ അത്രത്തോളം പ്രഭ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങൾ താമസിക്കുന്ന ഈ ഇൻഡോറിന് നമ്മുടെ ബഹുമാനപ്പെട്ട സാബ്ജി ഇരിക്കുന്നു ഇവിടെ, നിങ്ങളെ നയിക്കുന്ന നിങ്ങളുടെ ജനപ്രതിനിധി, അവർക്കും പ്രയോജനം ഉണ്ടാവും. നമ്മളെ കുറിച്ച് മലയാളികളുടെ ഇവിടുത്തെ സാന്നിധ്യം ഈ നാടിന് പ്രയോജനം ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ തരും ഈ നാട്. ഗുരുവിനെ കുറിച്ചൊരു സ്റ്റഡി സെന്റർ നമുക്ക് ഇവിടെ ഉണ്ടാവാമല്ലോ. ആ സ്റ്റഡി സെന്റർ കൊണ്ട് ഈ നാടിന് പ്രയോജനം ഉണ്ടെന്നുണ്ടെങ്കിൽ മധ്യപ്രദേശ് ഗവൺമെന്റ് അതിനെ സഹായിക്കും. പക്ഷെ ഉണ്ടാകുമെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. അതിനുള്ള ഒരു ഗ്രാൻഡ് എഫർട്ട് ഇവിടെ ഉണ്ടാവണം. ഇന്നലെ പ്രാർത്ഥനാ ഹാളിൽ കൂടിയ എൻ്റെ സഹോദരങ്ങളോടെല്ലാം ഞാൻ പറഞ്ഞു, ഒരു പ്രാർത്ഥന ഇന്ന് തൊട്ട് നമ്മുടെ മനസ്സിലിടുക. ഒരു ചെറിയ ഭണ്ഡാരം ഓരോ വ്യക്തിയും സൂക്ഷിക്കുക. ഈ ഇൻഡോർ നഗരത്തില് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗുരുദേവ സാന്നിധ്യമുള്ള മന്ദിരം നമ്മുടെ സ്വപ്നമാവണം, കൂട്ടായ്മയുടെ സ്വപ്നമാവണം. എനിക്ക് ഈ കെട്ടിയ പന്തലിൽ വന്നിരിക്കുന്നതിനേക്കാള് ആ മന്ദിരത്തിന്റെ മുറ്റത്ത് വന്നിരുന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അത് സാധ്യതമാക്കുവാനായിട്ടുള്ള പ്രയത്നം എല്ലാവരിൽ നിന്നും ഉണ്ടാവണം. ആ ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട്.
ഞാൻ പറഞ്ഞു തുടങ്ങി ഇത്രയേ ഉള്ളൂ. ശ്രീനാരായണ ഗുരു ദൈവമാണോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ച. ഈ ചർച്ചയ്ക്ക് കാരണം എന്താണെന്ന് അറിയാവോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിസ്സിംഗ്. ശ്രീനാരായണ ഗുരു 68 കൃതികളിലൂടെ തന്ന അറിവിന്റെ ഒരു അംശം പോലും നമ്മിലേക്ക് കിട്ടിയിട്ടില്ല. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചിട്ട് അടുത്ത് നിന്ന് അനുഭവിച്ചറിഞ്ഞ ശിഷ്യന്മാര് ഗുരുവിനെ കുറിച്ച് എഴുതിയതൊന്നും നമ്മൾ കേട്ടിട്ടില്ല, അല്ലേ? അതുകൊണ്ട് നമ്മളും ഗുരുവിനെ അറിയാതെ ജീവിക്കുന്ന ഇവിടുത്തെ ദശലക്ഷക്കണക്കിന് ആൾക്കാരും ഒരേ സ്റ്റാൻഡേർഡിലാണ് നിൽക്കുന്നത്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ തർക്കമുണ്ടാവുന്നു. ശ്രീനാരായണ ഗുരു ദൈവമാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മൾ എല്ലാ ചതയത്തിനും ഇവിടെ ചൊല്ലുന്നു. പക്ഷെ അതിന്റെ അർത്ഥം അറിയാൻ നാം ശ്രമിച്ചിട്ടില്ല. ഏതാണ് ആ പ്രാർത്ഥന? ഏതാണ് ആ പ്രാർത്ഥന? ഗുരുവിനെ ദൈവമായിട്ട് സ്ഥാപിച്ചുകൊണ്ട്, ശാസ്ത്രീയമായിട്ട് സ്ഥാപിച്ചുകൊണ്ട്, നാരായണ, അതിന്റെ പേരെന്താണ്? ഗുരുസ്തവം. എഴുതിയതാരാണ്? മഹാകവി കുമാരനാശാൻ. ആരാണ് മഹാകവി കുമാരനാശാൻ? മലയാളത്തിന്റെ കാവ്യ വസന്തമാണ് മഹാകവി കുമാരനാശാൻ. വെറുതെ ഭംഗിയുള്ള പൂക്കളെ കുറിച്ചിട്ടും മരതക പച്ചയെ കുറിച്ചിട്ടും മാത്രമല്ല ആശാൻ എഴുതിയത്. നമ്മുടെയൊക്കെ ജീവിതം മോൾഡ് ചെയ്ത് വളർത്തിയെടുക്കുന്നതിൽ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സാധാരണ കുടുംബങ്ങളിൽ ജനിച്ച നിങ്ങളൊക്കെ ഇൻഡോറിലെയും മണ്ണിൽ വന്ന് സ്വന്തമായ ഒരു ജീവിതം കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ചേതനാശക്തിയായി നിൽക്കുന്ന ഭാഷാ വൈഭവം മഹാകവി കുമാരനാശാന് അവകാശപ്പെട്ടത്. ആ മഹാകവി കുമാരനാശാൻ തൻ്റെ ജീവിതത്തിൽ തന്നെ പിടിച്ചെടുത്ത് ഉയർത്തിക്കാട്ടിയ, തന്നിലെ കഴിവുകളെ കണ്ടെത്തി തന്നെ ഒരു മഹാപ്രതിഭയാക്കി വളർത്തിയെടുത്ത തൻ്റെ ഗുരുനാഥന്, തൻ്റെ കാണപ്പെട്ട ദൈവത്തിന് അദ്ദേഹത്തിന്റെ 60ാം പിറന്നാൾ ദിവസം പാത കാണിക്കയായി സമർപ്പിച്ചതാണ് നാരായണമൂർത്തേ, ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ, പരമാചാര്യ നമസ്തേ. ഗുരുസ്തവം ശ്രീനാരായണ ഗുരുദേവന്റെ ഷഷ്ട്യബ്ദ പൂർത്തി ആഘോഷത്തില് പാടാൻ വേണ്ടിയിട്ട് മഹാകവി കുമാരനാശാൻ തയ്യാറാക്കിയതാണ്. നമ്മളൊക്കെ ദൈവഭക്തരാണ്. പക്ഷേ ഈ ദൈവഭക്തി എവിടെ നിന്ന് വന്നു, എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മൾ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ അല്ല പ്രാർത്ഥിക്കുന്നത്. അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ, നമ്മൾ ജീവിച്ച് വളർന്ന അല്ലെങ്കിൽ ജനിച്ചു വളർന്ന സമുദായമോ മതമോ നമ്മെ ചൂണ്ടിക്കാണിച്ച ദൈവരൂപങ്ങളെ പ്രാർത്ഥിക്കുക എന്നതിനപ്പുറത്തേക്ക് ദൈവം നമുക്കൊന്നും അനുഭവമല്ല. എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു എൻ്റെ ദൈവം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഭക്തി നമ്മിൽ പലർക്കും അന്യമാണ്. പക്ഷെ കുമാരനാശാന്റെ ഗുരുസ്തവം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ആശാന്റെ ഉള്ളിൽ മുഴുവനും ഗുരു പ്രഭാവത്തോടു കൂടി നിറഞ്ഞിരിക്കുന്നു. കാരണം എന്താന്ന് ചോദിച്ചെന്നാല്, തിരുവനന്തപുരത്ത് കായിക്കര എന്ന് പറയുന്ന ദേശമുണ്ട്, വർക്കലയ്ക്ക് അടുത്താണ്. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാർഷിക ടൂറുകൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചാവണം. ശിവഗിരിയിൽ പോയിട്ടില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ശിവഗിരി എന്ന് പറയുന്ന പുണ്യപാവനമായ ആ ആരാധനാലയത്തിൽ പോയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് പൊക്കിയിട്ട് തതികോ, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആഹാ, ആൾക്കാരുണ്ട് ഇവിടെ. നിങ്ങളെ ഒന്നും പറഞ്ഞ കേട്ടോ, കാരണം വർക്കലയിൽ ആണ് ശിവഗിരി. വർക്കലയിൽ ജനിച്ചു വളർന്ന ഒരാള് UAE ജോലി ചെയ്യുന്നു.
ഞാൻ UAE കഴിഞ്ഞ വർഷം പോയി പ്രഭാഷണം നടത്തിയതിന്റെ പിറ്റേ ദിവസം ഇയാൾ വന്നിട്ട് എന്നോട് പറയാണ്, എനിക്ക് ഇന്നലെയാണ് ഗുരുവിനെ മനസ്സിലായി, ഇത്ര വലിയ സംഭവമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. വർക്കലയിലാ ജനിച്ചേ. അപ്പൊ ഈ കൈപോക്കിയവരൊന്നും വർക്കലക്കാരല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആണോ? അല്ല. സമയം ഇനിയും ജീവിതത്തിൽ കിടപ്പുണ്ട്. സമയം ഇനിയും ജീവിതത്തിൽ കിടപ്പുണ്ട്. അപ്പോ ഇന്നലെ ഞാൻ പ്രാർത്ഥനാ വേളയിൽ പറഞ്ഞ പോലെ വന്നിട്ട് 2 മണിക്ക് പോയി ഗുരുവായൂർ പോയി ക്യൂ നിൽക്കുന്ന സമയത്ത് ഒന്ന് ശിവഗിരി വരെ ഒന്ന് പോണം. എന്നിട്ട് നിങ്ങൾ വ്യത്യാസം അറിഞ്ഞ് അനുഭവിച്ചിട്ട് എന്നോടൊന്ന് പറയണം, എവിടെ പോയപ്പോഴാണ് നിങ്ങളുടെ മനസ്സിന് യഥാർത്ഥത്തിലുള്ള ശാന്തി ഉണ്ടായത്? ചിലർ ചില ക്ഷേത്രങ്ങളിൽ പോയിട്ട് പറയുകയോ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്ത ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയും. കാരണം എന്താണെന്നറിയാവോ? നമ്മുടെ അന്തരാത്മാവ് അതുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന സ്ഥലത്തെത്തുമ്പോഴത്തേക്കാണ്, വേവ് ലെങ്ത് കറക്റ്റ് ആകുമ്പോഴത്തേക്കാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ട്യൂൺ ചെയ്ത് കിട്ടുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഫ്രീക്വൻസി കറക്റ്റ് ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ട്രാൻസിസ്റ്റർ FM റേഡിയോയുടെ ഗാനങ്ങൾ പിടിച്ചെടുത്ത് നമുക്ക് തരുന്നത്. ഇപ്പോൾ ഇൻഡോറിലുള്ള FM റേഡിയോ സ്റ്റേഷനുകളിൽ നിന്ന് വരുന്ന സംഗീതം ഈ അന്തരീക്ഷത്തിൽ മുഴുവനും ഉണ്ട്. പക്ഷെ നമ്മൾ ആരും കേൾക്കുന്നില്ല. കാരണം എന്താ? നമ്മൾ ട്യൂൺ ചെയ്യുന്നില്ല. നമ്മളൊരു ട്രാൻസിസ്റ്റർ എടുത്തു വെച്ചിട്ട് ട്യൂൺ ചെയ്താൽ നമ്മൾ കേൾക്കും. ഇതുപോലെ നമ്മുടെ മനസ്സിനൊരു എന്തുണ്ട്? ഫ്രീക്വൻസി ഉണ്ട്. അതുമായിട്ട് ട്യൂൺ ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയിട്ടില്ല. ചെല്ലുമ്പോഴാണ് നമ്മൾ അറിയുന്ന വർഷങ്ങളായിട്ട് ഇവിടെ വരാതെ പോയതിന്റെ ബുദ്ധിമുട്ട്. ഇത്രയും വർഷം ഞാനിത് മിസ്സായല്ലോ എന്ന് നമ്മൾ അപ്പോഴത്തേക്ക് ഓർമ്മ വരും. അത് ഒരു വല്ലാത്ത അനുഭവമാണ്. കാരണം ഈ വർക്കലയ്ക്ക് അടുത്ത് താമസിച്ചിരുന്ന ഒരു വ്യക്തി, അയാളുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും ചോറൂണ് തൊട്ട് കല്യാണം വരെ വർക്കലയിലായി. കല്യാണം കഴിച്ച് ഇയാൾക്ക് കുട്ടികളുണ്ടായി. പക്ഷെ ഈ പറഞ്ഞതുപോലെ കുട്ടികളുടെ ഇൻട്രസ്റ്റ് നോക്കി ജീവിച്ചിട്ട് ഇയാൾ പിന്നീട് ഒരിക്കലും ശിവഗിരിയിലേക്ക് പോയില്ല. ഇയാളുടെ മോള് വലുതായി. ബാംഗ്ലൂരില് IT വിഭാഗത്തിൽ ജോലി കിട്ടി. അവൾ അവിടുന്ന് തന്നെ അവളുടെ ഒരു പാർട്ട്ണറെ കണ്ടെത്തി. വിവാഹം ഗംഭീരമായിട്ട് നടത്തി കൊടുത്തു. വീട് പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി. അതിന്റെ മണം പോലും പോയിട്ടില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ട് മോള് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറയുന്നു, പപ്പ ഞാൻ ഇവിടുന്ന് ട്രെയിനിൽ കയറി, ഞാൻ പോരുവാണ്. രാഹുൽ ഞാൻ വിചാരിച്ച ആളല്ല, ആള് ശരിയല്ല, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞു. ഇയാള് ഫോണും പിടിച്ചോണ്ടൊന്ന് വിറച്ചു. കാരണം കല്യാണ ഒരുക്കം എത്രയോ ദിവസം ചെലവഴിച്ചു. ഇയാളുടെ പ്രൊവിഡന്റ് ഫണ്ട് കംപ്ലീറ്റ് ഇതിനു വേണ്ടിയിട്ട് വിനിയോഗിച്ചു. ഇയാളുടെ സമ്പാദ്യം ഒക്കെ ചെലവഴിച്ച് നടത്തിയിട്ട് 2 ആഴ്ച കഴിഞ്ഞ് പെയിന്റിന്റെ മണം പോകുന്നതിന് മുമ്പേ കോൾ വരികയാണ്, ഇവൻ ശരിയല്ല, ഇവനോട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല എന്നും പറഞ്ഞ് നേരെ വരികയാണ്. ഇദ്ദേഹം ഒന്നും വേണ്ടില്ല. ഇദ്ദേഹം കാറുമായിട്ട് നേരെ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ പോയി അങ്ങനെ നിന്നു. മോള് വന്നു. അവള് വന്ന് ഓടി വന്ന് പപ്പ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കുറെ കരഞ്ഞു. നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കാറിൽ കയറ്റിയിട്ട് വീട്ടിലേക്ക് പോകുന്നതിന് പകരം പണ്ട് വന്നിട്ട് വഴിമറന്ന് ഉപേക്ഷിച്ചു പോയ ശിവഗിരിയിലേക്ക് ഇദ്ദേഹം വണ്ടി ഓടിച്ചു. നേരെ വന്നു. താഴെ ആൽമരത്തിന്റെ തണുപ്പ്, മുകളിലായി മാവിന്റെ തണുപ്പ്, പടർന്ന് പന്തലിച്ചേക്കുന്ന മാവ്, തൊട്ടടുത്തായിട്ട് എല്ലാ ആത്മാക്കൾക്കും ശാന്തി പകരുന്ന ശാരദാമഠം, അതിൻ്റെ മുകളില് ഭഗവാൻ ഇരുന്ന് സമാധിയായ വൈദിക മഠം, അതിൻ്റെയും മുകളിൽ മഹാസമാധി ഇരിക്കുന്ന സമാധി മന്ദിരം. ഇവിടെയൊക്കെ കൊണ്ടുപോയപ്പോഴത്തേക്ക് വിളിച്ചു ചോദിച്ചു, പപ്പ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നീ കുറച്ചു നേരം സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കേ, നിന്റെ മനസ്സിലൊരു വലിയ സങ്കടങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ പോട്ടെ. ഇദ്ദേഹം അവിടെ കൊണ്ടെഴുതി വർത്തമാനമൊക്കെ പറഞ്ഞ് ഈ വൈദിക മഠത്തിന്റെ അവിടെ കൊണ്ടെഴുതി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളുടെ ആ ഒരു ഭ്രമചലനം മാറിയിട്ട് ഈ അന്തരീക്ഷമായിട്ട് ട്യൂൺ ചെയ്യാൻ തുടങ്ങി. അവളുടെ ഉള്ളിലെ അവൾ പോലും അറിയാതെ മിസ് ചെയ്ത് കിടക്കുന്ന അന്തരീക്ഷം അവൾക്ക് കറക്റ്റ് വേവ് ലെങ്ത് കിട്ടിയപ്പോഴത്തേക്ക് ഉള്ളിലൊരു ശാന്തത വന്നു, സമാധാനം വന്നു. അപ്പോൾ ഇവളുടെ അച്ഛൻ ചോദിച്ചു, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അപ്പോ ട്രെയിനിൽ പുറപ്പെടുന്നതിന് മുമ്പ് ഇവള് പറഞ്ഞ ഒരു ഡെപ്ത് ഇവൾ പറയുന്ന കാരണങ്ങളില്ല. കാരണം എന്താ?
അത് പാതിയും വികാരപരമായിരുന്നു. അത് ഈ അന്തരീക്ഷത്തിൽ വന്നിരുന്നപ്പോഴത്തേക്ക് അതങ്ങ് ലയിച്ചു ചേർന്നു പോയി. പറയുന്ന സമയത്ത് ഇവൾക്ക് തന്നെ ബോധ്യമാകുന്നു ഇതൊന്നും ഡൈവോഴ്സ് ചെയ്യാനുള്ള കാരണമല്ല ഞാൻ ഈ പറയുന്നത്. ഇവൾക്ക് ബോധ്യം വരികയാണ്. അവൾ അവസാനം പറഞ്ഞു നിർത്തിയപ്പോൾ അവൾക്ക് പെട്ടെന്ന് റിഗ്രറ്റ്. ഈ ചെറിയ കാര്യത്തിന് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. അച്ഛൻ പറഞ്ഞു, നിന്റെ തെറ്റല്ല മോളെ, നിന്നെ ഈ അന്തരീക്ഷത്തിൽ കൊണ്ടുവന്ന് വളർത്തിയെടുക്കുവാനും നിന്റെ ജീവിതത്തിന്റെ പ്രധാന ഘട്ടങ്ങൾ ഇവിടെ വെച്ച് ചെലവഴിക്കുവാനും ഈ അച്ഛന് സാധിച്ചില്ല. കാരണം നീ പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ അച്ഛൻ കൊണ്ടുപോയി. ഒരിക്കലും നീ ഈ സ്ഥലം സെലക്ട് ചെയ്ത് എന്നോട് പറഞ്ഞിരുന്നില്ല, നിന്നെ ഞാനത് പഠിപ്പിച്ചുമില്ല. ഈ അന്തരീക്ഷമാണ് നിന്നിൽ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, മാറ്റമുണ്ടാക്കിയിരിക്കുന്നത്. ഇവൾ ഫോൺ എടുത്തിട്ട് ഇവളുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നോടുള്ള പിണക്കം നീ കാര്യമായിട്ട് എടുത്തില്ലെങ്കിൽ നീ അടുത്ത ഫ്ലൈറ്റിനോ ട്രെയിനിനോ ഇങ്ങോട്ട് വരണം, നമുക്ക് വർക്കല ശിവഗിരിയിൽ വെച്ചിട്ട് റീയൂണിയൻ ചെയ്യും. ഇത് സാങ്കല്പിക കഥയല്ല, ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞ ഒരു അനുഭവ കഥയാണ്. അതുകൊണ്ട് പഴങ്കഥകൾ കേൾക്കാനും പഴയ ജാതി കുശുമ്പിനെ കുറിച്ച് പറയാനും വേണ്ടിയിട്ടല്ല നമ്മൾ ഗുരുവിനെ പഠിക്കുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തെ ഉണർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. കുമാരനാശാൻ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, അകത്തുമുറി എന്ന് പറയുന്ന ഒരു കായലിന്റെ കടത്ത്, കായിക്കര എന്ന് പറയുന്ന ദേശത്ത് തീരെ ദരിദ്രമായ ഒരു വീട്ടിലെ 9 മക്കളിൽ രണ്ടാമനായിട്ട് ജനിച്ചയാളാണ്. ദാരിദ്ര്യം ഒന്ന്, ജാതി അയത്തം മറ്റൊന്ന്. ഇത് രണ്ടും മതി ഒരു പക്ഷിയുടെ ചിറക് കെട്ടിയിടുന്നത് പോലെയാണ് ഈ രണ്ട് സാധനം. അതിന് പറക്കാൻ സാധിക്കില്ല. ദാരിദ്ര്യവും സാമൂഹിക അവഗണനയും ഉണ്ടെങ്കിൽ ഒരാൾക്കും ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, രക്ഷപ്പെടാൻ പറ്റില്ല. മാത്രമല്ല, ഈ കുടുംബത്തെ ബാധിച്ചത്, നാരായണൻ പെരുങ്കുടിയുടെയും കാളിയമ്മയുടെയും കുടുംബത്തെ ബാധിച്ചത്, ഈ 9 മക്കളിലെ 4 പേരും ജ്വരം ബാധിച്ചിട്ട് ചികിത്സ കിട്ടാതെ മരിച്ചുപോയി. അപ്പൊ ചികിത്സ കൊടുക്കാനുള്ള പണം അവരുടെ കയ്യിലില്ല. അപ്പോ കുമാരനെ കൂടി ഇനി നഷ്ടപ്പെടുമോ എന്നുള്ള വ്യഥയായി ഇവർ. കാരണം ജ്വരം എന്ന് പറയുന്നത് എന്താണ്, ഇത് പകരുന്നതാണ്. ആ സമയത്ത് പേടിയോടുകൂടി കുമാരന് നടക്കാൻ തുടങ്ങി. ഇന്നേയും ജ്വരം ബാധിച്ച് ഞാനും മരിച്ചു പോവോ എന്നുള്ള പേടിയില് കുമാരനെയും ജ്വരം ബാധിച്ചു. കുമാരനും മരണത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ആ ചെറിയ കുടിലിലെ ചെറിയ ഒരു മുണ്ട് പുതച്ച് ഈ കുട്ടി കിടക്കുന്നു. അമ്മയെ അടുത്തിരിക്കുന്ന, അവരുടെ ഏക പ്രതീക്ഷയായിരിക്കുന്ന, കുറച്ചൊക്കെ പഠനവും അറിവും ഒക്കെ ഉള്ള ആളാണ് കുമാരൻ. അവനെ നഷ്ടപ്പെടാൻ പോവുകയാണെന്നുള്ള വ്യഥയോടുകൂടി അവരിയ്ക്കുന്നു. മരണം മുറ്റി നിൽക്കുന്ന അന്തരീക്ഷത്തിലേക്ക് ഒരു തണുത്ത കാറ്റ് വരുന്നത് പോലെ അപ്രതീക്ഷിതമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ കടന്നു ചെല്ലുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ചെന്നിട്ട് ഈ കിടക്കുന്ന കൗമാരക്കാരനെ ഒന്ന് നോക്കി. അച്ഛനും അമ്മയും ഭയഭക്തി ബഹുമാനത്തോടു കൂടി എഴുന്നേറ്റ് നിന്നു. ഗുരു ഈ കുട്ടിയോട്, മരണത്തിലേക്ക് പോകുവാൻ കിടക്കുന്ന ഈ പയ്യനോട് ചോദിച്ചത്, നിനക്ക് സുഖാണോ, അസുഖം ഇപ്പൊ എങ്ങനെയുണ്ട് എന്നല്ല, നിനക്ക് സമ്മതമാണോ നമ്മോടൊപ്പം പോരുവാൻ? നിനക്ക് സമ്മതമാണോ നമ്മോടൊപ്പം പോരുവാൻ? ഈ മരണാസന്ന നിലയിൽ കിടക്കുന്ന യുവാവ് അപ്പോൾ പ്രതികരിച്ചതാണ് അതിനേക്കാൾ ക്ലാസിക് ആയിട്ടുള്ള ഉത്തരം, തൃപ്പാദങ്ങൾ അനുവദിക്കുമെങ്കിൽ. നിനക്ക് സമ്മതമാണോ നമ്മോടൊപ്പം പോരാം എന്ന് ചോദിച്ചെന്നാൽ അതിന്റെ അന്തരാർത്ഥം, സാധാരണഗതിയിലുള്ള നിന്റെ ജീവിതം ഇവിടെ തീരാൻ പോവാണ്. നിനക്ക് ആയുസ് നീട്ടി കിട്ടും. അത് എങ്ങനെയുള്ള ജീവിതത്തിനാണ്? നമ്മോടൊപ്പം ഉള്ള ജീവിതമാണ്. നാം ആരാണ്? സ്വയം ധർമ്മമാണ്. നാം എന്തിന് ഭൂമിയിൽ വന്നു? ധർമ്മ സംസ്ഥാപനാർത്ഥായ. യുഗങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അതേ ചൈതന്യം നമ്മോടൊപ്പം വരിക എന്ന് പറഞ്ഞാൽ, ഈ ധർമ്മത്തെ ഉൾക്കൊണ്ട് അതിനെ പ്രചരിപ്പിക്കുവാൻ നിനക്ക് തയ്യാറാണോ? നീ നിന്റെ ശിഷ്ടായുസ് തന്നാൽ അതെനിക്ക് വിട്ടുതരുമോ? പറയുന്നത് എന്താണ്? തൃപ്പാദങ്ങൾ അങ്ങനെ ഒന്ന് അനുവദിക്കുമെങ്കിൽ, അങ്ങനെ ഒരു ജീവിതം എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരുമെങ്കിൽ ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. ആ ജ്വരക്കിടക്കയിൽ നിന്ന് വളരെ വേഗത്തിലാണ് ഈ യുവാവ് എഴുന്നേറ്റ് വരുന്നത്. അടുത്ത ആഴ്ചയിലെ
അരുവിപ്പുറത്ത് പോയി ഗുരുവിന്റെ കാലില് ആ ജീവിതം സമർപ്പിച്ചു. പഠിക്കാൻ മിടുക്കനായിരുന്ന കുമാരനെ അവിടെ ഇട്ട് വിടുപണി ചെയ്യിക്കുകയല്ല ചെയ്തത്, നേരെ കൊണ്ടുപോയി ഡോക്ടർ പൽപ്പു അന്ന് മൈസൂരില് മെഡിക്കൽ ഓഫീസറാണ്. ഒരുപാട് പേരെ തെരുവിൽ നിന്ന് കണ്ടെത്തി സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി പഠിപ്പിച്ച് വിവിധ ഭാഷക്കാരായ ചെറുപ്പക്കാരെ രക്ഷപ്പെടുത്തിയെടുക്കുന്ന അതീവ പ്രഗത്ഭനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ഡോക്ടർ പൽപ്പു. പൽപ്പുവിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി കുമാരനാശാനെ മൈസൂരിലെ ചാമരാജേന്ദ്ര യൂണിവേഴ്സിറ്റിയില് ഉപരിപഠനത്തിന് ചേർത്തു. അവിടെ ജാതി കുശുമ്പ് മൂത്തിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കാതെ മദ്രാസിലേക്ക് പഠനം ഷിഫ്റ്റ് ചെയ്തു. അവിടുന്ന് കൽക്കത്തയിൽ പോയി. രവീന്ദ്രനാഥ ടാഗോറിന്റെ കൽക്കത്ത ഇന്ത്യയുടെ സാമൂഹിക നവോത്ഥാനത്തിനും വിപ്ലവത്തിനും തുടക്കം കുറിച്ച കൽക്കത്ത. അവിടെ എത്തിയിട്ടാണ് ആംഗലേയ വിദ്യാഭ്യാസം നേടിയത് കുമാരനാശാൻ. കുമാരനാശാൻ ആംഗലേയ വിദ്യാഭ്യാസം നേടിയിട്ട് കേരളത്തിലെത്തിയപ്പോഴത്തേക്കാണ് നമ്പൂതിരി സാഹിത്യത്തിൽ കിടന്ന മലയാള കവിത രക്ഷപ്പെട്ടത്. മറ്റത് ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞിട്ട് ഒരു മുറുക്കാനും മുറുക്കി ഇരുന്നിട്ട് സ്ത്രീകളുടെ അംഗപ്രത്യംഗങ്ങൾ വർണ്ണിച്ചുകൊണ്ട് എഴുതി അങ്ങോട്ടിങ്ങനെ വായിച്ച് രസിക്കുന്ന പരിപാടി നടത്തിക്കൊണ്ടിരുന്ന മലയാള കവിതയെ ആ പുഷ്പമേ അധിക തുങ്ക പദത്തിൽ എത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്കയെ നീ ശ്രീഭൂവിൽ അസ്ഥിര. വിടർന്നു നിൽക്കുന്ന പൂവിനെ കുറിച്ചിട്ടല്ല ആശാൻ എഴുതിയത്. വിടർന്നു നിൽക്കുന്ന പൂവ് ഒരു ദിവസം കൊഴിഞ്ഞു വീണപ്പോ അതിനോട് ചോദിക്കുകയാണ്, നീ ഐശ്വര്യം പരത്തിക്കൊണ്ട് എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട് വണ്ടിൻ കൂട്ടങ്ങളെ ആകർഷിച്ചുകൊണ്ട് വിടർന്ന് വിലസിയിരുന്ന നീ, ആ കഷ്ടം, നിന്റെ ജീവിതം ഇത്രയല്ലേ ഉള്ളൂ, നീ താഴെ വീണുപോയല്ലോ. ഇത് പൂവിന്റെ കഥയല്ല, നമ്മുടെ എല്ലാവരുടെയും കഥയാണ്. സുരഫലമായ ഒരു യൗവനം എല്ലാവർക്കും ഉണ്ട്. അതിലിരുന്ന് അഹങ്കരിക്കുമ്പോൾ, കാറ്റേറ്റ് വിലസുമ്പോൾ, വണ്ടുകളെ ആകർഷിക്കുമ്പോൾ ഓർക്കുക, ശ്രീഭൂവിൽ അസ്ഥിര. ഐശ്വര്യം എന്ന് പറയുന്നത്, യൗവനം എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത് അസ്ഥിരമാണ്. അത് നിലനിൽക്കുന്നതല്ല, അത് നശിക്കുന്നതാണ്. ഈ ശരീരം നശിക്കുന്നതാണ്, നശ്വരമായിരിക്കുന്നതാണ്. അനശ്വരമായതൊന്നേയുള്ളൂ. അത് ഏതാണ്? ആത്മാവാണ്. നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നു, നമ്മെ ആൾക്കാർ അറിയുന്നു, സംസാരിക്കുന്നു. എന്തുകൊണ്ട്? നമ്മിൽ ജീവനുള്ളത് കൊണ്ട്, പ്രാണനുള്ളത് കൊണ്ട്. ഈ പ്രാണൻ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എന്നെ പാക്ക് ചെയ്യുന്നു, നേരെ അങ്ങോട്ടേക്ക്. ഇവിടെ കിടന്ന് ചീരുന്ന് വിചാരിച്ചിട്ട് കയറ്റിവിടുന്നു. എത്ര വേണ്ടപ്പെട്ടവരായാലും 2 മണിക്കൂറിൽ കൂടുതൽ വയ്ക്കത്തില്ല. പിന്നെ ഇപ്പോഴത്തെ കാലത്തെ അച്ഛനമ്മമാർക്ക് ചില സൗകര്യങ്ങളുണ്ട്. എന്താണ്? മക്കൾ അമേരിക്കയിലും ലണ്ടനിലും ആയിരിക്കുന്നത് കൊണ്ട് പണ്ട് ഇവര് പച്ചക്കറിയും ചിക്കനും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതുപോലെ ഇവരെയും പാക്ക് ചെയ്ത് കുറച്ച് വലിയ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കുന്നു, ഫ്രീസർ യൂണിറ്റ്. മോൻ വരുന്നത് വരെ സുഖമായിട്ട് തണുപ്പൊക്കെ അടിച്ച് അവിടെ ഇരിക്കാം. വന്നിട്ട് എടുത്ത് ഫ്യൂണറൽ നടത്തേണ്ടി വരുന്നു. ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയോ ഒക്കെ അങ്ങനെ ഇരിക്കാം. അതിനപ്പുറം ഈ ശരീരത്ത് നിന്ന് പ്രാണൻ നഷ്ടപ്പെട്ടാൽ നമുക്കൊന്നും നിലനിൽപ്പില്ല. ഉണ്ടോ? ഇതിലിരുന്ന് ബോധത്തോടുകൂടി ചിന്തിക്കുന്നുണ്ടല്ലേ നാം എല്ലാം കാണുന്നതും അറിയുന്നതും. ഈ ബോധം പറഞ്ഞാലോ? ബോധം പറഞ്ഞാൽ നമുക്ക് മുന്നേ ജീവിതമില്ല, ലോകമില്ല നമുക്ക് മുന്നിലല്ലേ. അപ്പോ ഈ ഇരിക്കുന്ന പ്രാണനെ തൃപ്തിപ്പെടുത്തുന്ന, അതിന് നല്ലത് കൊടുക്കുന്ന എന്തെങ്കിലും നമുക്ക് ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു ദിവസം വേണമോ വേണ്ടയോ? വേണം. ഇതിനെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് നടക്കാതെ അതിനകത്തിരിക്കുന്നതിനെയും കൂടി ഒന്ന് ഒരുക്കുക. അതിനാണ് പഠനം, അതിനാണ് പ്രാർത്ഥന, അതിനാണ് സത്സംഗം, ഇതുപോലെയുള്ള പരിപാടികൾ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇൻഡോറുകാരോട് പറഞ്ഞത്, റെഗുലറായ പഠനം നടക്കുന്ന ഒരു കേന്ദ്രത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം. അത് നടത്തിയാൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വെറും ഡോക്ടറായിട്ടും വെറും എഞ്ചിനീയർ ആയിട്ടും ഒന്നും ആയിരിക്കത്തില്ല കാണുന്നത്. ലോകമറിയുന്ന മഹാപ്രതിഭകൾ നമുക്കിടയിൽ നിന്ന് ജനിക്കും. എന്തുകൊണ്ടാ? ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടും നമ്മൾ അബ്ദുൽ കലാമിനെ പിടിച്ചിട്ട് പ്രസിഡന്റ് ആക്കിയത് എന്തുകൊണ്ടാ? ഒരു മണൽത്തരിയോട് പോലും മത്സരിച്ചുകൊണ്ട് ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ കബറടക്കത്തിൽ പോയി നിന്നത് എന്തുകൊണ്ടാണ്? പ്രതിഭാശാലി ആയതുകൊണ്ടാണ്. എങ്ങനെയാണ് ആ പ്രതിഭ ഉണ്ടായത്? അദ്ദേഹത്തിന്റെ മതപരമായിരിക്കുന്ന ഭക്ഷണക്രമം അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെത്. നല്ല ഒന്നാന്തരം സസ്യബുക്കായിരുന്നു അദ്ദേഹം. ഭാരതീയമായ മൂല്യങ്ങളിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അത്തരം ഗുരുക്കന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു.
നിരവധി തവണ അദ്ദേഹം ശിവഗിരി സന്ദർശിച്ചിട്ടുണ്ട്. നിരവധി തവണ മഹാസമാധിക്ക് വലം വെച്ചിട്ടുണ്ട്. ഗുരുവിനെ കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബുക്ക്ലെറ്റുകളും ഇംഗ്ലീഷിൽ എഴുതിയ പുസ്തകങ്ങളും വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. തമിഴ് ട്രാൻസ്ലേഷനുകൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എനർജി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണം. നമ്മളൊരു മൊബൈൽ ഫോണും കൊണ്ട് നടക്കുന്നു. 12 മണിക്കൂറിൽ കൂടുതൽ ഒരു മൊബൈൽ ഫോണിലും എന്ത് നിൽക്കില്ല? ചാർജ് നിൽക്കില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? റീചാർജ് ചെയ്യാൻ കുത്തിയിടുന്നു, അല്ലേ? ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന സാധനം? അതിനെ ഇടയ്ക്കൊന്ന് റീചാർജ് ചെയ്തെടുക്കണ്ടേ? ആ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സങ്കേതം വേണം. ആ സങ്കേതത്തിന് പൂർണ്ണമായ ഒരാളെ നമുക്ക് ദൈവം തന്നിരിക്കുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ആരാണത്? ശ്രീനാരായണ ഗുരുദേവനാണ്. ഗുരുദേവൻ ദൈവമാണെന്ന് തെളിയിച്ചുകൊണ്ട് 60-ാമത്തെ വയസ്സിൽ പാത കാണിക്കയാക്കി വെച്ച ഗുരുസ്തവം കുമാരനാശാൻ ആലപിക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രൗഢമായ ഒരു സദസ്സിൽ വെച്ചിട്ടായിരുന്നു. അന്ന് ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യരൂപത്തിന് ശിവഗിരിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഗുരുവിന്റെ വലിയ ഒരു ഛായാചിത്രം നമ്മൾ ഇന്നിവിടെ എഴുന്നള്ളിച്ചു, അല്ലെ? ഒരു വാഹനത്തിലൊക്കെ വെച്ചിട്ട് അതിനേക്കാൾ വലിയ ഒരു ഛായാചിത്രം 41 ദിവസം വ്രതമെടുത്ത് ഭക്തർ പൂജിച്ചിട്ട് അന്ന് 1916 കാര്യം ഞാനീ പറയുന്നേ. വ്രതമെടുത്ത് പൂജിച്ചിട്ട് അത് തിരുവനന്തപുരം നഗരത്തിലൂടെ, അന്ന് പൊതുവഴിയിലൂടെ നടക്കാനുള്ള അനുമതി ഇല്ലാത്ത സമയത്ത് തിരുവനന്തപുരം നഗരത്തിലൂടെ ഗുരുദേവനെ വലിയ വാഹനത്തിൽ വെച്ചിട്ട് എഴുന്നള്ളിച്ചു. ആ രഥം വലിച്ചുകൊണ്ട് പോയത് ആരാണെന്നറിയാവോ? തിരുവിതാംകൂർ ദിവാനായിരുന്ന കൃഷ്ണൻ നായര്, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മഹാകവി. ഇവര് രണ്ടുപേരും ആ 2 വശത്ത് പിടിച്ചിട്ട് ഈ രഥം വലിച്ചുകൊണ്ട് വരുന്നത്. കൈതമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴും നിങ്ങൾ ചെന്നാൽ കാണാം. ഗുരുദേവന്റെ ഷഷ്ട്യബ്ദ പൂർത്തിക്ക് അന്ന് ഉണ്ടാക്കിയ ഒരു 2 നില മന്ദിരം. അവിടെ വെച്ചിട്ടായിരുന്നു ആഘോഷം. ആ വേദിയിലാണ് ആശാന്റെ ഈ ഗുരുസ്തവം. ആരായുകിലന്ധത്വമൊഴിച്ചാതിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. പരദൈവം, ഗുരു പരദൈവമാണെന്ന് ആദ്യം തന്നെ ആശാൻ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. എന്തുകൊണ്ട് പരദൈവമായിരിക്കുന്നു? പരദൈവം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഈ പരദേവതയാന്ന് വിചാരിക്കും, അല്ലെ? കുടുംബത്തിലൊക്കെ നമ്മള് വീടിന് ചുറ്റിനുമായിട്ട് ചെറിയ കല്ലുകളൊക്കെ വെച്ചിട്ട് പരയുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രപഞ്ചത്തിന്റെ ദൈവം, ഇതിന്റെ എല്ലാത്തിൻ്റെയും സൃഷ്ടി, സ്ഥിതി, സംഹാരം നിയന്ത്രിക്കുന്ന ആ കേവലമായിരിക്കുന്ന, ആ പൂജനീയമായിരിക്കുന്ന, ആ പരമമായിരിക്കുന്ന ശക്തി, ചൈതന്യം, അതാണ് പരദൈവം എന്ന് പറയുന്നത്. ഗുരു പരദൈവമാണെന്ന് ഗുരു മനുഷ്യരൂപത്തിലിരിക്കുമ്പോ കുമാരനാശാൻ പറയുന്നു. വെറുതെ ഗുരുഭക്തി കൊണ്ട് പറഞ്ഞതല്ല, വ്യക്തമായ കാരണം ബോധിപ്പിച്ചുകൊണ്ടാ പറയുന്നത്. എന്താണ്? ആരായുക്കി അന്ധത്വമൊഴിച്ച് ആദിമഹസിൻ നേരാം വഴി കാട്ടുന്നത് കൊണ്ട് ഗുരു പരദൈവം. അപ്പൊ എന്തു മനസ്സിലായി? ഈ ആദിമഹസ് എന്ന് പറയുന്ന ഒരു വാക്ക് എന്നത് ഇടപെടുന്നുണ്ട്. എന്താണത്? ആദിമഹസ് എന്താണത്? ദൈവദശകം ചൊല്ലാൻ അറിയുന്ന എത്ര പേരുണ്ട്? ദൈവദശകം ചൊല്ലാൻ അറിയാവുന്ന എത്ര പേരുണ്ട്? എല്ലാവർക്കും അറിയാം. അതിൽ ഈ മഹസിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ? എവിടെയാ അത്? എന്താ റെസ്പോണ്ട് ചെയ്യാത്ത ആരും? 10ാമത്തെ പതി ഇതല്ലേ? എന്താ? ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ജീവിതം എങ്ങനെ വേണം? പരമമായിരിക്കുന്ന ആദിമഹസിൽ നിറഞ്ഞ് അത് അനുഭവിച്ചുകൊണ്ട് സുഖകരമായിട്ട് ജീവിക്കണം. ഭൗതികമായ സുഖങ്ങൾ, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല താമസ സൗകര്യം, ഇതെല്ലാം നമുക്ക് ബോറടിക്കും. പക്ഷേ ആദിമഹസിനെ അറിഞ്ഞുകൊണ്ട് സുഖം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചാൽ ജീവിതത്തിന്റെ ഒരു നിമിഷം പോലും ബോറടിക്കില്ല. ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമുക്ക് ആസ്വാദ്യമായിരിക്കും. ആ ആസ്വാദ്യത അനുഭവിച്ചിട്ട്
നമ്മുടെ വടക്കുള്ള ഹിമാലയത്തിലെ ഭാരതത്തിന്റെ ശിരസില് 12 ലക്ഷം സാധു സന്ത് സന്യാസിമാർ നിരന്തരം തപം ചെയ്യുന്നതിന്റെ ഫലത്തിലാണ് നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത്. എന്തുകൊണ്ടാ അലക്സാണ്ടറിന് ഇന്ത്യയെ കീഴ്പ്പെടുത്താൻ സാധിക്കാതെ പോയത്? എന്തുകൊണ്ടാ വിദേശ ശക്തികൾക്ക് ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് കാലുറയ്ക്കാതെ ഇവിടം വിട്ടുപോകേണ്ടി വന്നു? നിരന്തരമായ തപസ് കൊണ്ട് നമ്മുടെ സന്യാസിമാർ, നമ്മുടെ ഋഷിമാർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആത്മചൈതന്യം ഈ രാജ്യമെമ്പാടും നിറഞ്ഞിരിക്കുന്ന ഭാരതം ലോകത്തെ നടുക്കുന്ന മഹാശക്തിയായിട്ട് നിലനിൽക്കുന്നതിന്റെ കാരണം അതാണ്. നാസ എന്ന് പറയുന്ന അമേരിക്കൻ ബഹിരാകാശ കേന്ദ്രം ഇന്ത്യയുടെ ചന്ദ്രയാനെ കളിയാക്കിക്കൊണ്ട് ഇന്ത്യക്കാരനൊരു പശുവുമായിട്ട് വന്ന് നാസയുടെ ഡോറിൽ മുട്ടുന്നു എന്ന് പറഞ്ഞത് വളരെ കുറച്ചു മുമ്പാണെങ്കിൽ കഴിഞ്ഞ ദിവസം അവർക്ക് തിരുത്തി പറയേണ്ടി വന്നു, റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം എന്താണ്? 104 ഉപഗ്രഹങ്ങളെ ഒറ്റ റോക്കറ്റിൽ കയറ്റിവിട്ട ആദ്യത്തെ രാഷ്ട്രം. എന്താണ് ഇതിന്റെ ചൈതന്യം? നമ്മുടെ സ്പിരിച്വൽ എനർജി. നമ്മൾ എല്ലാവരും വേണ്ടാന്ന് പറഞ്ഞ്, ഒന്നുമില്ല എന്ന് പറഞ്ഞ്, ഇതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് സായിപ്പിന്റെ വേഷവും ധരിച്ചുകൊണ്ട് അടിച്ചു പൊളിക്കുന്ന ഈ ജീവിതത്തില് നമ്മൾ അറിയാതെ നമ്മെ താങ്ങുന്ന, നമ്മൾ അറിയാതെ നമുക്ക് കാവൽ നിൽക്കുന്ന ഒരു ഊർജമുണ്ട്. നാം അറിയാതെ നമ്മെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ആദിമഹസ് എന്ന് പറയുന്നത്. അത് ഇവിടെ നമ്മുടെ ദേശത്ത് കൂടുതലാണ്. കാരണം എന്താ? നമ്മുടെ ഋഷിമാര് അതിനെ ധ്യാനിച്ചുണർത്തി ഇവിടെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുക. ഈ തലമുറയിലും 12 ലക്ഷം പേര് ഇവിടെ ബൈക്കിൽ പറപ്പിച്ച് നടക്കേണ്ടവര് അവിടെ പോയിരിക്കുന്നെന്ന് ആലോചിക്കണം. അതെങ്ങനെ സാധിക്കുന്നു? അത്രയും പേര് അവിടെ തപം ചെയ്യുന്ന എങ്ങനെ സാധിക്കുന്നു? എന്തുകൊണ്ടാണ് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? ഒരു ഇന്റേണൽ അട്രാക്ഷൻ അല്ലേ ഇങ്ങോട്ടേക്ക് ഉണ്ടായതുകൊണ്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് പല കാര്യങ്ങളും നമ്മൾ എൻഗേജ്ഡ് ആയിരുന്നു അല്ലേ? നമ്മൾ തീരുമാനിച്ചു ഇങ്ങോട്ട് വരണമെന്ന്. ആര് തീരുമാനിച്ചു? നമ്മെ തീരുമാനിപ്പിച്ചു. ആര്? നമ്മെ നിയന്ത്രിക്കുന്ന ആ ശക്തി. അതേക്കുറിച്ചിട്ട് ആശാൻ പറയുന്നുണ്ട്, മോഹാകുലരാം ഞങ്ങളെ അങ്ങയുടെ അടിപ്പു, സ്നേഹാത്മകമാം പാശം അതിൽ കെട്ടിയിഴപ്പു. ഞങ്ങൾ മോഹാകുലരാണ്. ഞങ്ങൾക്ക് ജീവിതം എന്താണെന്ന് അറിഞ്ഞൂടാ. പലതരം വിചാരങ്ങളുമായിട്ടും പലതരം വികാരങ്ങളുമായിട്ടും കറങ്ങി നടക്കുകയാണ്. പക്ഷേ അവിടുന്ന് ഭഗവാനെ ശ്രീനാരായണ ഗുരുദേവ അവിടുന്ന് എന്ത് ചെയ്യുന്നു? സ്നേഹാത്മകമായ ഒരു പാശം. പാശം എന്താണ്? കയർ. സ്നേഹാത്മകമായ കയർ. അതെന്താണ്? അത് നോവില്ല. മനസ്സിലായോ? അത് നമ്മുടെ കഴുത്തിൽ കിടപ്പുണ്ട്, ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ കുരുക്കിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ എന്ത് ചെയ്യുന്നു? ഗുരു നമ്മൾ പോലും അറിയാതെ ആ പാശം അതിൽ കെട്ടി സ്വന്തം നികടത്തിലേക്ക് വലിക്കുകയാണ്. അതുകൊണ്ടാ ചിലരൊക്കെ ഗുരുമന്ദിരമൊക്കെ ഉണ്ടാക്കി കുറച്ചു കാലം പ്രവർത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് പുതിയ ആൾക്കാർ വരും. അപ്പൊ ഭരണത്തർക്കം ഉണ്ടാകും, വഴക്കാകും. ആദ്യം പ്രവർത്തിച്ചവരെയൊക്കെ എക്സ്പെൽ ചെയ്തിട്ട് പുതിയ കമ്മിറ്റി ചാർജ് എടുക്കും. പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല, ഞാൻ ഇനി അങ്ങോട്ട് കേറില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോഴത്തേക്കാണ് അവിടെ വാർഷികത്തിന് നാരായണമൂർത്തി എന്ന് പറഞ്ഞ് റെക്കോർഡ് ഇടുന്നത്. കുറച്ചു നേരമൊക്കെ അനങ്ങാതിരിക്കും, പതുക്കെ മുണ്ടും ഷർട്ടും ഒക്കെ എടുത്ത് മാറും. അല്ലെ നിങ്ങളല്ലേ അങ്ങോട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞ് ചെന്ന് നോക്കിയിട്ട് വരാം എന്താ ചെയ്യുന്നറിയാൻ. കുറെ കഴിയുമ്പോഴത്തേക്ക് ഗുരുമന്ദിരത്തിന്റെ മുന്നിൽ പോയി ഇങ്ങനെ നിൽക്കുന്നതാണ്. എന്താ? സ്നേഹാത്മകമാം പാശം അതിൽ കെട്ടി ഇഴപ്പു. നമുക്ക് ആർക്കും ഇല്ല, അതിന് വിട്ടുപോകാൻ പറ്റില്ല. ഒരു തവണ ഗുരുവിനെ വന്നിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെയും ഭഗവാൻ വിടില്ല, ഉപേക്ഷിക്കില്ല. നമ്മൾ ഉപേക്ഷിച്ചാലും വിടില്ല, നോക്കിയിരിക്കും നമ്മുടെ ശ്രദ്ധ ഗുരുവിലേക്ക് വരുന്നുണ്ടോ. നിങ്ങൾ ഇന്നേ ദിവസം തൊട്ട് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നിങ്ങൾ ഇന്നേ തൊട്ട് ഞാൻ ഗുരുവിനെ ദൈവമായി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. ആ നിമിഷം നിങ്ങൾക്ക് അഡ്മിഷന്. ഇവിടെ സാധാരണഗതിയിൽ ഒരു LKG ചേർക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ആയിരക്കണക്കിന് രൂപ കൊടുത്തിട്ട് മന്ത്രിമാരെയോ MLA-മാരെയോ കൊണ്ടുപോയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ ഗുരുവിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വളരെ എളുപ്പം. അങ്ങോട്ടും നോക്കിയാൽ മതി.
അങ്ങോട്ട് നോക്കുമ്പോ ഗുരു ഇങ്ങോട്ട് നോക്കിയിട്ട് ചോദിക്കുന്നത് എന്താണെന്നറിയോ? കുഞ്ഞെ, നീ ഗർഭപാത്രത്തിൽ കിടന്നപ്പോ തൊട്ട് ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ ഇന്നെങ്കിലും എന്നെ നോക്കിയല്ലോ, എത്ര കാലമായി നീ ഇങ്ങോട്ട് നോക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. ഇതാണ് നമ്മെ കൂട്ടിയിണക്കുന്ന, നമ്മെ ഇപ്പോൾ ഇവിടെ ഇരുത്തിയിരിക്കുന്ന. നിങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ജീവിതത്തെ ഇങ്ങോട്ടേക്ക് പറിച്ചു നട്ടവരാണ് അല്ലേ? പല വേരുകളും നിങ്ങൾ അവിടെ മുറിച്ചു കളയേണ്ടി വന്നിട്ടുണ്ട്. പല സാന്നിധ്യങ്ങളും നമ്മുടെ കൂടെ ഇല്ലാത്തതിന്റെ സങ്കടം നിങ്ങളെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നോവിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾ ഗുരുവിനെ അവിടെ ഉപേക്ഷിച്ചില്ല. ഉപേക്ഷിച്ചോ? നിങ്ങൾ കൂടെ കൊണ്ടുപോകുന്നു. പ്രായമായവർക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടില് അപ്പൂപ്പൻ താടി എന്ന് പറയുന്ന ഒരു സാധനം, അത് കണ്ടിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ കാണുമായിരിക്കും ഇവിടെ. പക്ഷേ അപ്പൂപ്പൻ താടി എന്ന് പറയുന്ന സാധനം ഉണ്ട്. എന്താണ്? ചെറിയ നാര് അല്ലേ പോലെ ഒരു സാധനം. അതിങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്ന കാണാൻ, ചെറിയ മേഘകഷ്ണം ഇങ്ങനെ പറന്ന് നടക്കുന്ന പോലെ നടക്കുന്ന നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെ അത്ഭുതമായിരുന്നു. നമ്മൾ ഓടിച്ചെന്നിട്ട് ഇതിനെ ഇങ്ങനെ പിടിച്ചെടുക്കാനായിട്ട് നോക്കുന്ന ഒരു ബാല്യം നമുക്കുണ്ടായിരുന്നു. ആ അപ്പൂപ്പൻ താടിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? അത് കാറ്റടിക്കുന്നിടത്തേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പറന്നു പോയിക്കൊണ്ടേയിരിക്കും. പറന്ന് ഏതെങ്കിലും ഒരു മരച്ചില്ലയിൽ ഇങ്ങനെ തങ്ങിയിരിക്കും. മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് അവിടുന്ന് താഴെ വീണ് ഈ മണ്ണിൽ പതിഞ്ഞങ്ങനെ കിടക്കും. കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്നൊരു പുതിയ ചെടി നാപ്പിട്ട് വരുന്നതായിട്ട് കാണാം. പറന്ന് നടക്കുമ്പോൾ, ലക്ഷ്യമില്ലാതെ കറങ്ങുമ്പോൾ, കാറ്റടിച്ച് പറക്കുമ്പോൾ അവൻ എവിടെ ചെന്ന് വീണാലും അവിടെ കിളിർക്കാനായിട്ടുള്ള ഒരു സാധനം അവന്റെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു. നിങ്ങൾ ആ അപ്പൂപ്പൻ താടി എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു ചെറിയ കറുത്ത പൊട്ട് പോലെ ഒരു സാധനം അതിന്റെ ബാക്കിൽ ഉണ്ടാവും അല്ലെ? എന്താണത്? അതിന്റെ വിത്ത. നമുക്കൊക്കെ ജീവിതത്തില് കാറ്റടിച്ച് ഇൻഡോർ വരെ പറക്കേണ്ടി വന്നു. അപ്പൂപ്പൻ താടി പോലെ ഒരു ലക്ഷ്യവുമില്ലാതെ നമ്മൾ പറന്ന് വന്ന് വീണത് ഇവിടെയാണ്. പക്ഷെ ഇവിടെ വീണിട്ടും നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കിളിർത്തു വന്നു പുതിയൊരു ജീവിതവുമായിട്ട്. നമ്മൾ സൂക്ഷിച്ചിരുന്നു, എവിടെ ചെന്ന് വീണാലും ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം അല്ലേ? വിശ്വാസമല്ലേ എല്ലാം? ആണോ? അതല്ലേ പരസ്യക്കാർ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഒരു പരസ്യ കമ്പനി പറഞ്ഞു വിശ്വാസമാണ് എല്ലാം എന്ന് പറഞ്ഞു. അടുത്ത പരസ്യ കമ്പനിക്കാർ ഇപ്പൊ എന്ത് ചെയ്തു? അനുഭവമാണ് എല്ലാം എന്ന് പറഞ്ഞു. വിശ്വാസമല്ല, അനുഭവമാണ് എല്ലാം എന്ന് പറഞ്ഞു. ഇത് രണ്ടും ഒന്നല്ലേ? എങ്ങനെയാ ഒന്നാവുന്നേ? അനുഭവം കൊണ്ടല്ലേ വിശ്വാസം ഉണ്ടാവുന്നേ? നമുക്ക് വിശ്വസിക്കുന്ന ആരെയാണ് നമ്മൾ? അനുഭവിച്ച് കുഴപ്പമില്ല എന്ന് പറയുന്നവരെ നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ? വിശ്വാസവും അനുഭവവും നാം ഉള്ളിൽ സൂക്ഷിക്കുന്നിടത്തോളം കാലം, ഗുരുവിലുള്ള വിശ്വാസം നാം സൂക്ഷിക്കുന്നിടത്തോളം കാലം, നാം ഈ ഭൂലോകത്തിന്റെ എങ്ങോട്ട് പോയാലും നമ്മൾ അവിടെ പൊട്ടിക്കിളർത്തിരിക്കുന്നു. ആ ഒരു വിശ്വാസം മാത്രം നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നിങ്ങൾ ജീവിക്കുമ്പോഴത്തേക്കാണ് ആദിമഹസിലേക്ക് നേരാം വഴി കാട്ടുന്ന ഗുരു നിങ്ങളുടെ ദൈവമാകുന്നത്. നമ്മളെല്ലാം ദീർഘയാത്ര ചെയ്യുന്നവരാണ്. നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങി ഓരോ ദേശങ്ങളിൽ പോയിട്ട്, ഓരോരോ അനുഭവങ്ങളിൽ പോയിട്ട്, നല്ലതും ചീത്തയുമായ ഒരുപാട് അനുഭവങ്ങളുമായിട്ട് നമ്മൾ തിരികെ വീട്ടിലെത്തിയിട്ട്, നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് പോയിരുന്ന, നമ്മൾ ഇരുന്നുകൊണ്ടിരുന്ന നമ്മുടെ ആ കസേരയിലേക്ക് തിരികെ ഇരിക്കുന്ന നിമിഷത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വലിയ യാത്ര കഴിഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും വീട്ടിലെ പൂമുഖത്തിട്ട് ഇരിക്കുന്ന ആ കസേരയിൽ വന്ന് ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു തൃപ്തി വരും അല്ലേ? ഇങ്ങനെ അതിലിങ്ങനെ ചാരിക്കിടന്നുകൊണ്ട് എത്രയെത്ര നാടുകൾ, എത്രയെത്ര അനുഭവങ്ങൾ, നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ നമ്മൾ അവിടെ ഇരുന്ന് ഒരു സന്യാസിയുടെ മനസ്സോടുകൂടി അനലൈസ് ചെയ്യും. അത് അനുഭവിച്ച നിമിഷത്തിൽ നമുക്ക് വികാര തീവ്രത ഉണ്ടായിരുന്നു, നമുക്ക് ക്രോധമുണ്ടായിരുന്നു, സങ്കടമുണ്ടായിരുന്നു, സന്തോഷം വന്നു. പക്ഷെ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് നമ്മുടെ ചാരികസേരയിൽ ഇരിക്കുമ്പോൾ നമുക്ക് സമചിത്തതയോടുകൂടി ഈ രണ്ട് അനുഭവങ്ങളെയും കണ്ട് എന്റെ യാത്ര സഫലമായിരിക്കുന്നു, ദൈവമേ നീ മഹത്തരമായിരിക്കുന്ന ഒന്നാണ്, നീ ഇത്രയും അനുഭവങ്ങളിലൂടെ കറക്കി എന്നെ പുറപ്പെട്ട സ്ഥലത്ത് എത്തിച്ചുവല്ലോ എന്ന ഒരു ആശ്വാസം. ഇതാണ് ഏറ്റവും വലിയ സുഖം. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മൾ പോയ വഴിക്ക് അനുഭവിച്ച സുഖങ്ങളല്ല സുഖം, തിരികെ വീട്ടിലെത്തിയിട്ടിരുന്ന് ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കിട്ടുന്ന സുഖം. ഇതുപോലെ തന്നെയാണ് പരമാത്മാവായിരിക്കുന്ന വീട്ടിൽ നിന്ന്
ജീവാത്മാക്കളായി കൂടുവിട്ടവരാണ് നമ്മൾ തിരികെ അവിടെ എത്തുമ്പോഴത്തേക്കാണ് നമ്മുടെ ലൈഫ് പൂർണ്ണമാകുന്നത്. അല്ലാതെ ഡോക്ടർ ആകുന്നതിലല്ല നമ്മുടെ ലൈഫിന്റെ പൂർണ്ണത, എഞ്ചിനീയർ ആകുന്നതിലല്ല നമ്മുടെ ലൈഫിന്റെ പൂർണ്ണത, IT സ്പെഷ്യലിസ്റ്റ് ആകുന്നതിലല്ല നമ്മുടെ പൂർണ്ണത, സയന്റിസ്റ്റ് ആവുന്നതിലല്ല നമ്മുടെ പൂർണ്ണത. നമ്മുടെ പൂർണ്ണത എന്ന് പറയുന്നത് യാത്രയുടെ അന്ത്യം തുടങ്ങുന്നിടത്താകുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണമായിരിക്കുന്നതൊക്കെ ഒരു സർക്കിളായിട്ട് വരയ്ക്കുന്നത്, അല്ലേ? ഭൂഗോളം സ്വയം പൂർണ്ണമാണ്, ഗോളാകൃതിയാണ്. ഭൂഗോളത്തിൽ ഒരിടത്തുനിന്ന് പുറപ്പെട്ടാൽ തിരികെ അവിടെ തന്നെ എത്തും. സൂര്യൻ സ്വയം പൂർണ്ണനാണ്, ഗോളാകൃതിയാണ്. നമ്മുടെ ജീവിതവും അങ്ങനെ ആയിരിക്കണം. അപ്പോ പുറപ്പെട്ട ആ സ്ഥലത്തിന്റെ പേരാണ് എന്ത്? ആദി മഹസ്. അങ്ങോട്ടേക്ക് നമ്മളെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്കുള്ള വഴി അറിയാവുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ജീവിതം എത്രത്തോളം കാഴ്ചകൾ കൊടുത്ത് നമ്മെ ഭ്രമിപ്പിക്കുന്നു. ഒരു ഉത്സവപ്പറമ്പിൽ പെട്ടുപോയ ഒരു കുഞ്ഞിനെ പോലെയല്ലേ നമ്മളിവിടെ ജീവിക്കുന്നത്? എന്താണ് ഒരു 5 വയസ്സുകാരൻ ഒരു ഉത്സവപ്പറമ്പിൽ പോകുന്നത്? ആരുടെ കൈ പിടിച്ചാണ്? അവന്റെ അച്ഛന്റെ കൈ പിടിച്ചാണ്. അച്ഛൻ താഴേക്ക് നീട്ടുന്ന ആ വിരലിൽ അവൻ അച്ഛനോടുള്ള വിശ്വാസം കൊണ്ട് 5 വിരലും ചേർത്ത് പിടിക്കുന്നു. അച്ഛൻ അവന് കൊടുക്കുന്നത് 1 വിരലേ ഉള്ളൂ. ഈ വിരൽ മതി നിനക്ക് ഉണ്ണി. താഴേക്ക് നീട്ടുന്നു. അവൻ അതിൽ പിടിച്ചിട്ട് ഉത്സവ കാഴ്ച കണ്ട് നടക്ക. അച്ഛാ അത് കണ്ടോ, അച്ഛാ ഇത് കണ്ടോ, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകൂ. എത്ര രസകരം. അച്ഛൻ അവനെയും കൊണ്ട് അതെല്ലാം പോകുന്നു. ഇടയ്ക്ക് ഒരിടത്ത് വെച്ചിട്ട് ഒരു ബലൂൺ കച്ചവടക്കാരനെ കണ്ടപ്പോ ഈ തിരക്കില് താൻ പിടിച്ചിരുന്ന കൈയുടെ സുരക്ഷിതത്വം വിട്ടിട്ട് ഈ ബലൂണിനോടുള്ള ആകർഷണം കൊണ്ട് ഈ കുട്ടി ഓടിപ്പോകും. ചെന്നൊരു ബലൂണെ പിടിക്കുന്നു. ഇത് വാങ്ങിത്തരുമോ എന്ന് പറഞ്ഞ് തിരികെ നോക്കിയപ്പോൾ അച്ഛനെ കാണുന്നില്ല. അച്ഛന്റെ കൈവിട്ട് അച്ഛൻ തിരക്കിലെങ്ങോ പോയി, മകൻ മറ്റൊരിടത്തേക്ക് പോയി. എന്തായിരിക്കും ആ കുട്ടിയുടെ അവസ്ഥ? അവനൊരു ബസ്സിന്റെ ബോർഡ് വായിക്കാൻ അറിഞ്ഞുകൂടാ. എവിടെ ചെന്നാൽ വീട്ടിലേക്ക് പോകുന്ന ബസ് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ഒരു ഓട്ടോറിക്ഷ വിളിക്കാൻ അറിഞ്ഞുകൂടാ. അവന്റെ പൈസ ഇല്ല. അവൻ അവന്റെ അച്ഛന്റെ അമ്മയുടെയും പേര് പോലും അറിഞ്ഞുകൂടാ. അച്ഛാന്നോ അമ്മയെന്നോ വിളിച്ചിരുന്നേ. വീട്ടിൽ വിളിക്കുന്ന പേര് പോലും അവൻ അറിഞ്ഞുകൂടാ. എങ്ങനെ അവൻ തിരികെ വീട്ടിലെത്തും? അവൻ അവിടെ അലഞ്ഞിട്ട് ഏതെങ്കിലും ഭിക്ഷാടകരവനെ വേണേ കൊണ്ടുപോവാ, അല്ലേ? ആർക്കും ഏത് ചതിയിലും പെടുത്താൻ പാകത്തിന് ഉത്സവ പറമ്പിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കുട്ടിയെ പോലെയാണ് ജീവിതത്തിൽ ദൈവത്തിന്റെ കൈപിടിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങിയ നമ്മൾ. കൈവിട്ടിട്ട് ഈ ലോകത്തിന്റെ വർണ്ണ വൈവിധ്യങ്ങളിലേക്കും ജീവിത മോഹങ്ങളിലേക്കും പിടിച്ചടക്കലുകളിലേക്കും ആഗ്രഹങ്ങളിലേക്കും എടുത്തു ചാടുന്നത്. അതും കിട്ടില്ല നമുക്ക്. നമ്മെ സംരക്ഷിക്കുന്ന കൈയും പോകും. തിരികെ പുറപ്പെട്ട ഇടത്ത് എത്തിച്ചേരുവാൻ സാധിക്കാതെ നമ്മുടെ ജീവിതം തുലഞ്ഞു പോകുന്നത് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് പിടിക്കാൻ ഒരു കൈ വേണം, അല്ലേ? ആ കൈയെ കുറിച്ചിട്ടാണ് ദൈവദശകത്തിന്റെ 1-ാമത്തെ പദ്യത്തില് ഗുരുദേവൻ പറയുന്നത്. എന്താണ്? ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ദൈവമേ, മഹാസമുദ്രം പോലെയാണ് എൻ്റെ ഈ ജീവിതം കിടക്കുന്നത്. ഈ മഹാസമുദ്രത്തിൽ എനിക്ക് മറുകര കടക്കണം. അതാണ് എൻ്റെ ജീവിത സാഗരത്തിന്റെ അപ്പുറം കടക്കുക എന്നുള്ള ലക്ഷ്യം. പക്ഷെ എനിക്ക് കാൽ വെച്ച് നടക്കാൻ സാധിക്കില്ല. ഈ സാഗരത്തിൽ അങ്ങനെ നടന്നാൽ ഞാൻ താഴേക്ക് പതിക്കും, എൻ്റെ ജീവിതം ഇല്ലാണ്ടാവും. നീ എനിക്ക് ഇതുവഴി സഞ്ചരിക്കാനായിട്ടുള്ള ഒരു കപ്പലായിട്ട് പ്രവർത്തിച്ചാലും, നീ നിന്റെ നാമമാകുന്ന കപ്പൽ കൊണ്ട് നീ അതിൽ സ്വയം നാവികനായിരിക്കുക. കാരണം എനിക്ക് വഴി അറിഞ്ഞുകൂടാ, നിനക്കേ അറിയൂ. ഏത് കാറ്റിലും കോളിലും പെട്ടുപോവാതെ എൻ്റെ ജീവിതമാകുന്ന കപ്പലിനെ നീ മറുകരയിൽ എത്തിച്ചു തന്നാലും എങ്ങനെയാണ് ഒരു കൊച്ചുകുഞ്ഞ് അവന്റെ അച്ഛന്റെ കൈ പിടിക്കുന്നത് പോലെ നീ എൻ്റെ കൈ പിടിക്കുക.
അച്ഛന്റെ കൈ കുഞ്ഞ് പിടിക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു? അവൻ കാഴ്ച കാണുമ്പോൾ അച്ഛന്റെ കൈ വിട്ടിട്ട് അവൻ ഓടും. അതോടെ അവന്റെ ജീവിതം അവസാനിച്ചു. അതുകൊണ്ട് ഗുരുദേവൻ പറയുക, ഞാൻ നിന്റെ കൈ പിടിച്ചാൽ ഞാൻ മോഹാകുലനാണ്, ഞാൻ വിട്ടിട്ട് ഓടിക്കളയും. നീ എന്ത് ചെയ്യുക? എന്റെ കൈ പിടിക്കുക. അച്ഛനാണ് തിരികെ കുഞ്ഞിന്റെ കൈ പിടിച്ചിരുന്നെങ്കിലോ? നമ്മൾ നേരത്തെ പറഞ്ഞ കഥയില് അച്ഛനാണ് തിരികെ കുഞ്ഞിന്റെ കൈ പിടിച്ചിരുന്നെങ്കിൽ അവൻ എത്ര ചാടിയാലും വിടില്ല, അല്ലേ? നമ്മുടെ കൈ ദൈവം പിടിച്ചെന്നാൽ നമ്മൾ എത്ര ആഗ്രഹത്തിന് പുറത്തേക്ക് ചാടിയാലും ദൈവം വിടില്ല. മനസ്സിലായോ? ഞാൻ മോഹാകുലനാണ്, എനിക്കൊന്നും അറിഞ്ഞൂടാ, ഞാൻ കാണുന്ന കാഴ്ചയുടെയൊക്കെ പിന്നാലെ പോകുന്നതന്നെയാണ്. അതുകൊണ്ട് ദൈവമേ കൈവിടാതെ ഇങ്ങു ഞങ്ങളെ കാത്തുകൊള്ളുക, അങ്ങ് നിൽക്കുന്ന ദൈവമേ ഇങ്ങു നിൽക്കുന്ന ഞങ്ങളെ കൈവിടാതെ കാത്തുകൊള്ളുക എന്ന് ഗുരുദേവൻ ദൈവദശകത്തിലൂടെ നമ്മെ ബോധിപ്പിക്കുന്നതും ഇതേ ആദിമഹസ്സുമായിട്ടുള്ള ബന്ധമാണ്. ആ ആദിമഹസ്സിനെ അടുത്തറിഞ്ഞ, അതിൽ ആഴ്ന്നിറങ്ങിയ, അതിൽ ആണ്ടുവാഴുന്ന, സ്വയം അതിനെ സാക്ഷാത്കരിച്ചുകൊണ്ട് ദൈവമായി മാറിയ ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ ഗുരുദേവൻ നമ്മെ ആ ആദിമഹസ്സിലേക്ക് നയിക്കാൻ കെൽപ്പുള്ളവനാണ്. ഇതേ കുമാരനാശാൻ തന്നെ ഗുരുപാദ ദശകം എന്ന് പറയുന്ന കൃതിയുടെ 2ാമത്തെ പദ്യത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട്. എന്താണ്? ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു നിലനിർത്തുന്നു, മഹേശ്വരൻ സംഹരിക്കുന്നു. ഞാൻ ഇവരെ ഭജിച്ച് ഇവിടെ ജീവിക്കുന്നു, എനിക്ക് ഒരുപാട് ജന്മങ്ങൾ ഉണ്ടാവുന്നു. കാരണം എന്താ? ഓരോ ജന്മത്തിലും ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ സൃഷ്ടിക്കുന്നു, ഒരാൾ നിലനിർത്തുന്നു, മറ്റൊരാൾ സംഹരിക്കുന്നു. ഞാൻ ഈ ജനിമൃതിയിൽ പെട്ട് ഇങ്ങനെ വശം കെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വന്നിടത്തേക്ക് തിരികെ പോകാനായിട്ട് സാധിക്കുന്നില്ല. ഇവരെ ആശ്രയിച്ചാൽ എനിക്കിനി അത് സാധിക്കില്ല. ഞാൻ അവിടുത്തെ ആശ്രയിക്കുന്നു, മഹാഗുരുവെ അവിടുത്തെ ആശ്രയിക്കുന്നു. അവിടത്തേക്ക് മാത്രമേ ജനിമൃതികളുടെ ഈ ചക്രങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിച്ചിട്ട് ഞാൻ പുറപ്പെട്ട ആദി മഹസ്സിൽ എന്നെ എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം എന്താ? ഈ ചക്രം ഭേദിച്ച്, സ്വന്തം ആത്മബലം കൊണ്ട് ഈ ചക്രം ഭേദിച്ചിട്ട് ആ ആദി മഹസ്സിൽ എത്തിപ്പെട്ടയാളാണ് ഗുരു. ഹീസ് ദ റിയൽ ഗൈഡ്. ശരിയായ വഴികാട്ടി, ശരിയായ അറിവുള്ളവൻ, ശരിയായ ജ്ഞാനി. നീ സത്യം, ജ്ഞാനം, ആനന്ദം. നീയാണ് സത്യം. ആ അറിവാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. അത് നേടുമ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിലുള്ള ആനന്ദം. ഇതാണ് നീ സത്യം, ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയും ഓർക്കിൽ നീ. നമ്മുടെ ഭൂതവും നമ്മുടെ ഭാവിയും നമ്മുടെ വർത്തമാനവും എന്താണ്? സത്യമായിരിക്കുന്ന ഒരേ പൊരുൾ തന്നെയാണ്. നമ്മൾ അതിനെ ഭേദം ചെയ്ത് കാണുന്നത് മാത്രമേ ഉള്ളൂ. ഒന്നായിരിക്കുന്നതാണ്. അതാണ് ആദിമഹസ്. അങ്ങോട്ടേക്ക് വഴികാട്ടുന്ന ആളായത് കൊണ്ടാണ് ഗുരു എന്റെ പരദൈവമാണ് എന്ന് ഞാൻ പറയുന്നത്. ഇനി തർക്കിക്കാൻ പറ്റുമോ? ആശാനോട് തർക്കിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒറ്റ വാക്കുകൊണ്ട്, ഒരു വരി കൊണ്ട് വ്യവസ്ഥാപിതമായിട്ട് ആരാണ് ദൈവം എന്നുകൂടി പറഞ്ഞു വെച്ചു. ആരാണ് ദൈവം? 64 കൈകളും അതിൽ നിറയെ ആയുധങ്ങളുമായിരിക്കുന്ന രൂപമല്ല ദൈവം. 10 തലയുള്ള ആളല്ല ദൈവം. എന്താണ് അത്? സ്വയം ആദിമഹസ്സാണ്. എല്ലാറ്റിനെയും ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നതും ലയിപ്പിക്കുന്നതുമായിരിക്കുന്ന ആദിമഹസ്സാനെയാണ് ദൈവം എന്ന് പറയുന്നത്. അത് തന്നെയാണ് അറിവ്. ഗുരു അതിനെ അറിവെന്നാ വിളിച്ച ദൈവത്തെ. എന്താണ് പരമമായിരിക്കുന്ന അറിവ്? ഇവിടെ ഒന്നേ ഉള്ളൂ എന്നുള്ള അറിവ്. അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായി കാണുന്നുള്ള അറിവ്. ഇത് തന്നെയാണ് ഭാരതത്തിന്റെ നാനാത്വത്തിൽ ഏകത്വവും ഏകത്വത്തിലെ നാനാത്വവും. ഇത് ഭാരതം മാത്രമേ ലോകത്തോട് പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നാം ഈ ഭൂമിയിൽ വന്ന് ജനിച്ചുവെങ്കിൽ മുജ്ജന്മങ്ങളിൽ ഒരുപാട് പുണ്യം ചെയ്തവരാണ് നമ്മൾ. എന്തുകൊണ്ട് ഇസ്രായേലിൽ പോയി നമ്മൾ ജനിച്ചില്ല? എന്തുകൊണ്ട് ഇറാനിൽ നമ്മൾ ജനിച്ചില്ല? എന്തുകൊണ്ട് ഇറാഖിൽ നമ്മൾ ജനിച്ചില്ല? ജനിച്ചിരുന്നെങ്കിലുള്ള കഥ അറിയാലോ. ഒരു നിമിഷം പോലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല. ഏത് നിമിഷവും വന്നു വീഴുന്നൊരു മിസൈലിൽ തകർന്നു പോകാവുന്ന
ഒരു വെടിവെപ്പിൽ തീരാവുന്ന ഈ ദേശങ്ങളിലൊന്നും ജനിക്കാതെ പരമമായിരിക്കുന്ന ജ്ഞാനം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമിയിൽ വന്ന് ജനിച്ചതിന്റെ മഹത്വം മറന്ന് വെറുതെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് മക്കളെയും വളർത്തി കിടന്ന് നശിപ്പിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അറിയണം നമ്മൾ എവിടെയാ വന്നിരിക്കണെന്ന്. നമ്മൾ താമസിക്കുന്ന ഒരു കെട്ടിടത്തെ കുറിച്ചുള്ള അറിവ് പോലും നമുക്കുണ്ടാവണം. ഇത് ഇഷ്ടിക വെച്ചിട്ടാണോ ഉണ്ടാക്കിയത്, അതോ കുമ്മായം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്? ഇതിന് എത്രത്തോളം കാലപ്പഴക്കമുണ്ട്? ഒരു ഭൂകമ്പത്തെ അതിജീവിക്കാനുള്ള ശേഷി ഇതിനുണ്ടോ? ഇതൊന്നും നോക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? കെട്ടിയെടുത്ത് പോയിട്ട് എല്ലാം സെറ്റപ്പ് ചെയ്ത് വയ്ക്കുന്നു. ഒരു ദിവസം താഴെ കിടക്കുന്നതാണ്. രക്ഷപ്പെടാനുള്ള മാർഗം ഏത് ആപത്തിൽ നിന്നും അത് ഒരു ഉറുമ്പിന് പോലുമുള്ള ബോധമാണ്. ഇതുവഴി പോകുന്ന ഒരു ഉറുമ്പിനെ ഞാനൊരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഞെക്കിയെന്നാൽ എന്റെ വിരലെടുക്കുന്ന മാത്രയിൽ ഇവൻ എന്ത് ചെയ്യുന്നു? ഓടാൻ തുടങ്ങും, അല്ലേ? ആലോചിക്കുക, ആ ചെറിയ ഉറുമ്പ് എന്ന് പറയുന്ന അതിന്റെ ശരീരത്തിൽ നിന്ന് ആ പ്രാണൻ വിട്ടുപോകുന്നത് അതിന് ഇഷ്ടമല്ല. നമ്മൾ കൊല്ലുന്നത് വരെ അതെന്ത് ചെയ്തുകൊണ്ടിരിക്കും? രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മളും. രണ്ട് കൈയും രണ്ട് കാലും ഒടിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുമ്പോഴും നിനക്ക് ജീവിക്കണോ? ജീവിക്കണം എന്നേ നമ്മൾ പറയത്തുള്ളൂ, അല്ലേ? ഒരു വറ്റ് പോലും ഇറക്കാൻ വയ്യ, ട്യൂബാണ് ഇട്ടിരിക്കുന്നെന്ന് വിചാരിക്കുക. എങ്ങനെയാ ഇനി നമുക്ക് മുകളിലേക്ക് പോയാലോ? വേണ്ട, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു കൊണ്ടുവരാൻ പറയും. പ്രാണനുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പ്രാണൻ വെടിയാൻ മടിയാ. അപ്പൊ പ്രാണൻ വെടിപ്പിച്ചുകൊണ്ട് നമ്മൾ അവരെ തീന്മേശയിൽ എത്തിക്കുന്നതിനെ പറ്റിട്ടെന്ന് പറയും. നമ്മളെ എല്ലാവരും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നവരാ. നമ്മുടെ ജീവന് വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറുമ്പ് പോലും അതിന്റെ സൃഷ്ടിയാണല്ലേ. ദൈവത്തിന് ഉറുമ്പും നമ്മളും ഒക്കെ ഒന്നുപോലെ. കാരണം എന്താ? ഒരച്ഛനമ്മയ്ക്കും മക്കളെ രണ്ടായിട്ട് കാണാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം പശുവും മൃഗങ്ങളും ഒക്കെ ഒരുപോലെ, നമ്മളൊക്കെ ഒരുപോലെയാ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ നേരവും ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതുങ്ങളെയൊക്കെ കൊന്നു തിന്നിട്ട് വയറിന് അസുഖം വന്ന് ക്യാൻസർ ആയിട്ട് കിടന്നിട്ട് എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം ആരുടെയൊക്കെ കരച്ചിൽ കേൾക്കും. നീ കൊന്നു നിന്നവരും കരഞ്ഞിരുന്നു. പ്രാണൻ പോകാൻ നേരത്തെ ഓരോ ആടും ഓരോ കോഴിയും ഒന്ന് പെടഞ്ഞിരുന്നു, കരഞ്ഞിരുന്നു. അതും കേട്ടിരിക്കുന്നു ആര്? ദൈവം. പണി തന്നിരിക്കുന്നു ആര്? ദൈവം. നമുക്കിട്ട് എന്താ? ഇത് ചെന്ന് വീണ സ്ഥലം അങ്ങ് വൃത്തികേടാക്കുക. മനസ്സിലായോ? എന്നിട്ട് നമ്മളെ രക്ഷിക്കണമെന്ന് പറയുന്നതിന് എന്ത് അർഹതയാണ് നമുക്കുള്ളത്? അതുകൊണ്ടാണ് ഗുരു പ്രാർത്ഥിച്ചത്. ഇവിടെ ശശിധരൻ സാർ സംസാരിച്ചോ പറഞ്ഞു, എന്താ? ഒരു പീഡയറുമ്പിനും വരുത്തരുതെന്നുള്ളനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാ ദൈവം കേൾക്കുന്നത്. എന്താണ്? ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട്, എന്റെ ജീവിതം കൊണ്ട് ഒരു പീഡ എറുമ്പിന് പോലും വരുത്തരുത് ഭഗവാനെ. അത്രയും ജാഗ്രത, അത്രയും ശ്രദ്ധ എനിക്ക് നൽകിയാലും കരുണാകരനായ ദൈവമേ. അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എനിക്ക് ഏത് നിമിഷവും എന്റെ കാര്യം പറഞ്ഞ് ദൈവത്തെ വിളിക്കാം. കാരണം എന്താ? നല്ലോണം പഠിക്കുന്ന കുട്ടിക്ക് ഏത് പാതിരാത്രിയിലും ടീച്ചറിന്റെ വീട്ടിലേക്ക് ഓടിച്ചല്ല. കാരണം എന്താ? അവൻ നോട്ട്ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അവൻ ഡെയിലി ഹോംവർക്ക് ചെയ്യുന്നവനാണ്, എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയുന്നവനാണ്, ഏത് ടെസ്റ്റ് പേപ്പറിനും വിജയിക്കുന്നവനാണ്. അവൻ ടീച്ചറുടെ അടുത്ത ആളാണ്. അവൻ പാതിരാത്രി ചെന്ന് വിളിച്ചാലും ടീച്ചർ കതക് തുറക്കും. ക്ലാസ് കട്ടിയത് മുങ്ങി നടക്കുന്നവൻ പട്ടപ്പകലി എന്ന് വിളിച്ചാലും ടീച്ചർ കതക് തുറക്കത്തില്ല. കാരണം എന്താ? അവൻ ടീച്ചറിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന അവന്റെ ജീവിതചര്യ കൊണ്ട് ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർക്ക് ഏത് നിമിഷവും ദൈവം പ്രാപ്തനാണ്. അവന്റെ ജീവൻ സംരക്ഷിക്കണമെന്ന് അവൻ ആവശ്യപ്പെടാൻ അർഹതയുണ്ട്. കാരണം എന്താ? ഞാനായിട്ട് നീ ഉണ്ടാക്കിയ ഒരു ജീവനെ പോലും ഇല്ലാണ്ടാക്കിയിട്ടില്ല ഈ ഭൂമിയിൽ. അപ്പൊ എനിക്കിവിടെ നിലനിൽക്കാൻ അർഹതയുണ്ട്. നീ എനിക്ക് ആയുസ് തരിക എന്ന് പറയാം. അല്ലാത്തിടത്തോളം കാലം നമ്മളുടെയൊക്കെ വിളിയൊക്കെ പിന്നെ ഏതോ പൂർവ്വജന്മം കൊണ്ട് ഓരോ അസുഖത്തിന്റെ കയത്തിൽ നിന്നും ദൈവം നമ്മെ രക്ഷിച്ചിട്ട് കുമാരനാശാനോട് ഗുരു ചോദിച്ചതുപോലെ ദൈവം നമ്മളോട് ചോദിക്കുന്നുണ്ട്, അറിയാവോ? ഇനിയുള്ള ശിഷ്ട ജീവിതം ഞാൻ തരുന്ന ആയുസ്സില് നിനക്ക് എന്റെ ധർമ്മം പുലർത്തിക്കൊണ്ട് ജീവിച്ചുകൂടെ? എന്റെ ധർമ്മത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചുകൂടെ എന്ന് ഓരോ അസുഖക്കിടക്കയിലും ദൈവം ചോദിക്കുന്നുണ്ട്. നമ്മുടെ അന്തരാത്മാവ് കൊണ്ട് നമ്മൾ അപ്പൊ എന്ത് വേണേലും കൊടുക്കും. ശരി, ഞാൻ ജീവിച്ചേക്കാന്ന് പറയാം. പക്ഷെ തിരിച്ചിങ് വരുമ്പോഴത്തേക്കാ പണി കിട്ടുന്നത്. എന്താ?
അടുത്ത കാലത്ത് ഒരു വളരെ രസകരമായ സംഭവം, ഒരാള് കുടിച്ച് കരൾ കളഞ്ഞു. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇനി ഇത് മാറ്റി വെച്ചേ പറ്റൂ. അപ്പൊ കുടിക്കല്ലേ എന്ന് പറഞ്ഞ പുറകെ നടക്കും തോറും അടി മേടിച്ച് പദം പറ്റി കിടക്കുന്ന ഒരു ഭാര്യ ഇവിടെ ഉണ്ട്. അവസാനം അവള് പറഞ്ഞു എന്റെ പിള്ളേരുടെ അച്ഛനാണ്, എന്റെ കരൾ പകുതി വേണമെങ്കിൽ കൊടുക്ക, എന്നേ കൊടുത്തതാ, ഇങ്ങേർക്കത് മനസ്സിലായില്ല, ഇനി ശരിക്കും ഞാൻ മുറിച്ചു കൊടുക്കാന്ന് പാകമാകുമോ നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോ ഭയങ്കര സ്യൂട്ട്, മിടുക്കൻ, ഭാഗ്യവാൻ. പാവത്തിന്റെ കരൾ പകുതി മുറിച്ച് ഇവന് ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഇവൻ ഉണർന്ന ജീവിതത്തിലേക്ക് വന്നു. ഡോക്ടർ ചോദിച്ചു എങ്ങനെയുണ്ട്? നല്ല സുഖം തോന്നുന്നുണ്ട് ഡോക്ടർ. നിങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതവും ഒരു കരളിന്റെ പാതിയും തന്നു നിൽക്കുന്ന ഈ ഭാര്യയെ പറ്റി എന്ന് പറയുന്നു. അയ്യോ, ഇവളാണ് എന്റെ ദേവത, എന്നെ രക്ഷിച്ചു നിർത്തിയിരിക്കുകയാണ്. ഭയങ്കരമായി. ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഒരു 15 വർഷത്തേക്ക് ഫുൾ ഗ്യാരണ്ടി, നിങ്ങളുടെ കരളിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. കാരണം എന്താ, ഒട്ടും കുടിക്കാത്ത ഒരാളുടെ കരളാ തന്നിരിക്കുന്നു. ഓക്കെ, ആഹാ 15 വർഷം ഇനി എനിക്കൊരു കുഴപ്പമില്ല അല്ലേ? ഓ, 15 വർഷം സുഖമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ഇനി ഒരു ടെൻഷനും വേണം. കരൾ പകുതി കൊടുത്ത ആ സ്ത്രീ അവിടെ പെടഞ്ഞു വീണു മരിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇതാണ് നമ്മുടെ അവസ്ഥ. കാരണം എന്താ, കയത്തിൽ കിടക്കുമ്പോ കിടന്ന് ബഹളം വയ്ക്കും, ഞാൻ പുറത്തു വന്നാൽ എന്തും ചെയ്തു തന്നതാ കൊണ്ട് പറഞ്ഞു നാളെ നിങ്ങളെങ്കിലും വരണം. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമില്ലെങ്കിലും ജീവിക്കാം ഇവിടെ. മനസ്സിലായോ? നമ്മൾ നോക്കുമ്പോ ഇതൊന്നുമില്ല, എന്റെ വീട്ടിൽ അരിവേവും, എന്റെ വീട്ടിൽ പുഡിങ് ഉണ്ടാവും, എന്റെ വീട്ടിൽ ബ്രെഡും ജാമുള്ളിടത്തോളം കാലം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടില്ല, പ്രഭാഷണം കേട്ടില്ല, ഒരു കുഴപ്പമില്ല. ഇത് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന വളരെ കുറച്ച് പേരെ എപ്പോഴും സൊസൈറ്റിയിൽ ഉണ്ടാവുകയുള്ളൂ. ഗുരുദേവൻ പറയുന്നു 1000 പേരുള്ള ഒരു സമൂഹത്തില് 100 പേര് വിവേകം ഉണ്ടെങ്കിൽ ആ സമൂഹം കുഴപ്പമില്ലാവും. കാരണം ദൈവന്മാര് കാണിക്കുന്നതൊക്കെ ഇവരങ്ങ് താങ്ങിക്കോളും. ഇവര് കാണിക്കുന്ന സകല കൊള്ളരുതായ്മയെ ഈ 100 പേര് നിന്നിട്ട് സഹിച്ച് സമൂഹത്തിന് ക്ഷീണം വരുത്താത്ത വിധത്തിൽ അവരെ കൊണ്ടുപോയിക്കോളും. പക്ഷെ ഇവർക്ക് ഒരിക്കലും ക്രെഡിറ്റ് കിട്ടില്ല. കാരണം എന്താ, ഇത് ആരും അറിയപ്പെടാത്തൊരു ത്യാഗം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ ഋഷിമാരിരുന്ന് തപം ചെയ്യുന്നത് നമ്മൾ ചോദിക്കും ഇവനൊന്നും ഒരു പണിയില്ലാണ്ട് വേറെ ഇവിടെ കയറി ഇരിക്കുകയാണെന്ന് പറയും. എന്നെ നോക്കൂ, 10 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടിരിക്കുക. പണ്ട് ചില കാരണവന്മാർ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ, കൊരണ്ടിപ്പലക ഇരുന്നുണ്ണാം, ഏത് തലമുറയ്ക്ക് ഇരുന്നുണ്ണാം, ചെതലെടുത്ത് പോകുന്നവരെ ഇരുന്നുണ്ണാം. ഒരു കാരണവരിങ്ങനെ അവസാനം പിള്ളേര് അയാളെ അവഗണിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തു, നീ ഒരു കാര്യം ചെയ്യും, നീ അത്യാവശ്യമായിട്ടൊരു പെട്ടി മേടിക്കണം, ഉള്ള പൈസക്ക് നല്ല പൂട്ടുള്ള ഒരു പെട്ടി, ഞാൻ അതിൽ 2 സാധനം വെച്ച് തരും, നിനക്ക് മരിക്കുന്നവരെ സുഖമായിട്ട് ജീവിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനെ ഉള്ള പൈസക്ക് ഒരു പെട്ടി മേടിച്ചു സുഹൃത്തിന്റെ കൊണ്ട കൊടുത്തു. സുഹൃത്ത് ഇത് തുറന്നിട്ട് കയ്യില് എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ട്. എന്താ, തവിക്ക് നാട്ടിൽ പറയുന്ന കയ്യിൽ, ഒരു കയ്യില് കുറച്ച് കാരിയം ലെഡ് എടുത്തതിനകത്ത് വെച്ചു. ഇത് രണ്ടും ഒരു പ്രയോജനമുള്ള സാധനമാണ്. എടുത്ത് അടച്ചു വെച്ചിട്ട് പറഞ്ഞു, നീ ഇത് ഒരിക്കലും താഴെ വെക്കരുത്, ഏത് മക്കളുടെ വീട്ടിൽ പോയാലും ഇതിങ്ങനെ ചേർത്ത് പിടിച്ചോണം, ഇതിന്റെ താക്കോല് ഒളിപ്പിച്ചു വെച്ചേക്കണം, ഒരിക്കലും ആരെയും കാണിക്കരുത്. അച്ഛന്റെ കയ്യിലിരിക്കുന്നത് എന്താ, കുറച്ച് കയ്യിലും കുറച്ച് കാര്യമുണ്ട്, കുറച്ച് കയ്യിലും കുറച്ച് കാര്യമൊക്കെ കയ്യിലുണ്ടെന്നാണ് തോന്നുന്നത് കേട്ട് കഴിഞ്ഞാൽ. അച്ഛനെ കൊണ്ടുപോകാൻ പിന്നെ ഇടിയായി. അച്ഛൻ എന്താ ഇൻഡോർ വന്ന് നിൽക്കാത്ത, എത്രയോ നാളായി ഞാൻ വിളിക്കുന്നു, എടാ ഇത്തവണെങ്കിലും എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാതെ വന്നിരിക്കുക. കയ്യിലും കാര്യം ഉണ്ടെന്ന് കേട്ടപ്പോഴത്തേക്ക് എന്തായി, എല്ലാവരും ആൾക്കിതം കൊണ്ട് ഇങ്ങനങ്ങ് മൃഷ്ടാന്നം കഴിക്കാൻ തുടങ്ങി എല്ലായിടത്തും. അവസാനം ഡെഡായി. അപ്പൊ പറഞ്ഞു, അച്ഛന്റെ ചടങ്ങുകൾക്കുള്ള പൈസ എല്ലാം ഞാൻ എടുക്കാം. അങ്ങനെ നീ ഒറ്റയ്ക്ക് എടുക്കണ്ട, അത് ശരിയല്ലല്ലോ, ഞങ്ങൾ ഇത്രയും പേരില്ലേ, നീ നമുക്ക് ഒന്നിച്ചെടുക്കാം. അത് വേണ്ട, അച്ഛന്റെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം. ഭയങ്കര തർക്കമായി. കാരണം ഇത് പൊട്ടിച്ചിട്ട് അവന് കിട്ടണം. എങ്ങനെ നോക്കി അവസാനം ഇതെല്ലാം പൂർത്തിയാക്കി 16ാമത്തെ ദിവസം വന്നു, പൂട്ട് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ഒരു കയ്യിലും ഒരു കാര്യവും ഇരിപ്പുണ്ട്. അച്ഛൻ കള്ളത്തനം പറഞ്ഞോ? ഇല്ല, കയ്യിലും കാര്യവും ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തരികിട കാണിക്കാതെ ഇപ്പൊ രക്ഷയില്ല. ഇരുന്നുണ്ണാനുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുക. യഥാർത്ഥത്തിലുള്ള സമ്പാദ്യം നിങ്ങൾ ആരും മക്കൾക്ക് കൊടുക്കുന്നില്ല. ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഗുരുവിനെ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തോ? കൊടുത്തില്ല. മലയാളം പഠിപ്പിച്ചോ? ട്രാൻസ്ലേഷൻ ഒന്നും അത്രയ്ക്കങ്ങ് പോരാ കേട്ടോ. കാരണം ഭഗവാൻ മലയാളം, സംസ്കൃതം, തമിഴ് ഭാഷകളുടെ അന്തരാർത്ഥം അറിഞ്ഞിട്ട് ഇതുപോലെ ഭാഷ പ്രയോഗിക്കാൻ മിടുക്കൾ ആരെയും കണ്ടിട്ടില്ല.
അതുകൊണ്ട് ആ ഗുരുകൃതികൾ ഇപ്പോഴും നന്നായിട്ട് വ്യാഖ്യാനിക്കപ്പെടാതെ കിടക്കുന്ന കാരണം അത്രയും പ്രതിഭകൾ ആരും പിന്നെ ഭൂമി വന്നിട്ടില്ല. മനസ്സിലായോ? കാളിദാസന്റെ കൃതികൾ പോലും മലയാളത്തിലേക്കും ഹിന്ദിയിലേക്കും ഒക്കെ മാറി. ശ്രീനാരായണ ഗുരുദേവന്റെ കൃതി മാറ്റിയെടുക്കാൻ ഇച്ചിരി പാടാ. ഏത് വലിയ പ്രൊഫസറും ഏത് വലിയ പണ്ഡിതനും വന്നാലും നടക്കില്ല. കാരണം എന്താ? ഇതൊരു മർമ്മമാണ്. സത്യം അറിഞ്ഞവൻ ഭാഷ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കൊളുത്തുകൾ ഉണ്ടാവും, അഴിച്ചെടുക്കാൻ പറ്റില്ല. ആത്മോപദേശതകം എഴുതിയ കാലത്ത് ഒരുപാട് വ്യാഖ്യാനം വന്നു. അവസാനം കുമാരനാശാൻ പറഞ്ഞു, ഈ വ്യാഖ്യാതാക്കളിൽ നിന്ന് ആത്മോപദേശതകത്തെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞു. കാരണം എന്താ? ഓരോരുത്തരും അവരവരുടെ മനസ്സിലിരിപ്പാ പറയുന്നേ. അത് മലയാളത്തിൽ അത്യാവശ്യം മലയാളം പഠിച്ചിട്ട് അത് വായിച്ച് മനസ്സിലാക്കുന്നത് പോലെ ഹിന്ദി ട്രാൻസ്ലേഷനിൽ നടക്കില്ല. അപ്പോ രണ്ടാമത്തെ ദൗത്യം ഇൻഡോറുകാരുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഒന്ന് ഗുരുപഠന കേന്ദ്രം, രണ്ട് മലയാളം പഠന കേന്ദ്രം. മനസ്സിലായോ? ഞാൻ പറയുന്നത് വൃദ്ധസദനത്തിൽ വന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പഴയ ആ സാറിനെങ്കിൽ വിളിച്ചോ, പണ്ട് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എങ്കിൽ വിളിച്ചോളാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കരുത്. ഇവിടെ നിങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ ചെയ്തു കൊടുത്തേ പറ്റൂ. ഇപ്പോഴേ ഇതൊക്കെ നിറച്ചു വെച്ചേക്കണം. ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അവരിലേക്കൊക്കെ ഇപ്പോഴേ ഇത് ഫീഡ് ചെയ്ത് വെച്ച് തന്നാൽ അതിന്റെ അനുഭവം നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോ ആദിമഹസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാൻ വയ്യാത്ത ഒരാൾ പോലും ഇനി ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങോട്ടേക്കായിരിക്കണം ലക്ഷ്യം വെക്കേണ്ടത്. മറ്റുള്ള എല്ലാ ലക്ഷ്യങ്ങളും അതിന് താഴെയാണ്. ചില മതങ്ങൾ തന്നെ സ്വർഗപ്രാപ്തി പറയുന്നുണ്ട്, അല്ലെ? സ്വർഗപ്രാപ്തി വരെയുള്ളൂ. അപ്പോ ശ്രീനാരായണ ഗുരുദേവൻ എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് പറയുമ്പോ സി വി കുഞ്ഞിരാമൻ ചോദിച്ചു, അതെങ്ങനെ ഒന്നാകും ഗുരു? ചിലര് മോക്ഷത്തെ കുറിച്ച് പറയുന്നു, ചില മതങ്ങൾ സ്വർഗത്തെ കുറിച്ച് പറയുന്നു. ഇത് രണ്ടും രണ്ടല്ലേ, എങ്ങനെ ശരിയാവും? അപ്പൊ ഗുരു പറഞ്ഞു, ഒരുവൻ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ അവൻ പരിശ്രമശാലി ആയിരിക്കണം, അല്ലേ? നിലവിലുള്ള ജീവിതം വെറുതെ ജീവിച്ച് തീർക്കുന്നവനാവരുത്, ഇന്റേണലി വളരുന്നവനാവണം. ആന്തരികമായിട്ട് വളരുന്നതിന്റെ പ്രഭ ഒരാളുടെ വ്യക്തിയുടെ മുഖത്തും അവന്റെ കർമ്മത്തിലും കാണും. ആന്തരികമായി കെട്ടുകിടക്കുന്നവന്റെ എല്ലാ ദുശീലങ്ങളും അത് ഇല്ലാത്തവന്റെ പ്രവൃത്തിയിലും മുഖത്തും കാണും. അപ്പോ സ്വർഗത്തിലെത്തണമെങ്കിൽ പ്രയത്നിക്കണം. പ്രയത്നശാലി ഒരിടത്ത് എത്തിക്കഴിഞ്ഞാൽ അതിനും മുകളിലുണ്ടെന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ടേക്ക് പോകും. അതിനും മുകളിലാണ് മോക്ഷമെങ്കിൽ അവൻ അങ്ങോട്ടേക്ക് പോയിക്കോളും. അപ്പൊ സ്വർഗത്തിലേക്ക് വഴികാട്ടുന്നതും മോക്ഷത്തിലേക്ക് വഴികാട്ടുന്നതും ഒരേ ദിശയിലുള്ള വഴികാട്ടലാണ്. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളുടെയും സാരം ഏകമാണ് എന്ന് പറഞ്ഞത്. അപ്പൊ ആ മോക്ഷപ്രാപ്തി ആയിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതിലേക്ക് വഴികാട്ടാൻ ഗുരുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് 100 വർഷം മുമ്പ് കുമാരനാശാൻ പറഞ്ഞതാണ്. നമ്മൾ ആരും കേട്ടില്ല. നമ്മൾ പാടിക്കൊണ്ട് നടന്നു, നാരായണമൂർത്തിയെ പാടാത്തവരില്ല. പക്ഷെ നമ്മൾ ആരും ഇതിന്റെ അന്തരാർത്ഥം അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ ലോകം തർക്കിക്കുമ്പോൾ നമുക്ക് അവർക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ട് ഗുരു ദൈവമാകുന്നു, അത് 33 കോടി ദൈവങ്ങളിൽ ഒന്നല്ല, പകരം അതിനപ്പുറമുള്ള ആദിമഹസിലേക്ക് നേരാം വഴി കാട്ടുന്ന ലോകത്തിന്റെ സമ്പൂർണനായ ദൈവമാണ്. ലോകത്തിന്റെ ഭാരതത്തിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. പക്ഷെ ഭാരതത്തിലെ വിശ്വാസങ്ങളുടെ ഭാരതീയ സംഹിതയുടെ കാമ്പെടുത്ത് നോക്കിയാൽ അറിയാം, വിശ്വഗുരുവാണ്, പരമാത്മാവാണ് നമ്മുടെ പരമമായ ദൈവം എന്ന് പറയുന്നത്. ഒരുപാട് ദേവതാ രൂപങ്ങളെ നമുക്ക് തന്നിരിക്കണ എന്തിനാണെന്നറിയാവോ? അഡ്ജസ്റ്റ് ചെയ്ത് ദൈവഭക്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാ. കാരണം എന്താ? എല്ലാവർക്കും ശിവനെ അത്രയ്ക്കങ്ങ് പിടിക്കില്ല. ശിവനെ പിടിക്കാത്തവർക്ക് രാമനുണ്ട്, വിഷ്ണു ഉണ്ട്, ദേവിയുണ്ട്, അയ്യപ്പനുണ്ട്. ഇഷ്ടമുള്ളതിനെ എടുത്തോളൂ. നമുക്ക് എല്ലാവർക്കും അങ്ങനെയല്ല. കള്ളു കുടിക്കുന്നവരോടാണ് താല്പര്യം. ഒരു കള്ളു കുടിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കൂട്ട് സമ്പാദിക്കുവോ? ഇല്ല, അവന്റെ പറ്റിയ ആള്. അതുകൊണ്ട് ചിലർക്ക് മുത്തപ്പനെയാ ഇഷ്ടം. കാരണം എന്താ? മുത്തപ്പനും അടിക്കും, ഞാനും അടിക്കും. നേരെ വന്നു കഴിഞ്ഞാൽ മുത്തപ്പന്റെ അടുത്തേക്ക് പോകും. പിന്നെയോ, ഞാൻ ബോംബെ ചെന്നപ്പോഴത്തേക്ക് അവിടെ മുത്തപ്പന്റെ ക്ഷേത്രം. കാരണം എന്താ? അവിടുത്തെ കള്ളുടിയന്മാരൊക്കെ അവിടെ മുത്തപ്പനെ ഉണ്ടാക്കി വെച്ചിരിക്കുക. നമുക്ക് പറ്റുന്ന ആൾക്കാരുമായിട്ടാണ് നമ്മൾ ചേരുന്നത്. അപ്പോ ഭാരതത്തിൽ 33 കോടി ദൈവങ്ങളെ കൊടുത്തു. എന്തിനാ? ഇനി കഷ്ടപ്പെടണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രകൃതത്തെ വെച്ച് പൂജിച്ചോളൂ. പക്ഷെ അൾട്ടിമേറ്റ്ലി അന്തിമമായിട്ട് എത്തിച്ചേരേണ്ട ഒരു ലക്ഷ്യത്തെ കുറിച്ച് വേദാന്തം പറയുന്നുണ്ട്. അതാണ് എന്ത്? ഈ പറഞ്ഞ ആദിമഹസ്. അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ഒറ്റയാളേ ഉള്ളൂ, ഒരു
ദൈവമേ ഉള്ളൂ, അതാണ് ഗുരുവാണ്. നമ്മൾ ലോകത്തെ മുഴുവനും ഗുരുക്കന്മാരെ എടുത്തു നോക്കിയാലും ശ്രീനാരായണ ഗുരുവിന്റെ പൂർണ്ണത ആർക്കില്ല. നമ്മൾ സ്വാമി വിവേകാനന്ദനെയും ദയാനന്ദ സരസ്വതിയെയും മഹർഷി അരവിന്ദനെയും ഒക്കെ പഠിക്കുന്നവരാണ്, അറിയുന്നവരാണ്. എല്ലാവരിലും ഇരിക്കുന്ന ഒരേ ഒരു ചൈതന്യം തന്നെയാണ്. പക്ഷെ അതിന്റെ പൂർണ്ണത ശ്രീനാരായണ ഗുരുവിലാണ് ലോകം കണ്ടത്. കാരണം നമ്മുടെ ലോകത്തിനൊരു കുഴപ്പമുണ്ട്. ആധ്യാത്മികത സംസാരിക്കുന്നവര് ഭൗതിക ജീവിതത്തെ കുറിച്ച് സംസാരിക്കില്ല. കാരണം എന്താ, ഈ ശരീരം നശിക്കാനുള്ളതാണോ, എന്നെ കെയർ ചെയ്യണ്ടെന്ന് പറയും, അല്ലേ? ഗുരു മാത്രമേ ഉള്ളൂ രണ്ടും തമ്മിൽ ഭേദമില്ല എന്ന് പറഞ്ഞത്. ശരീരം ആദ്യം ഖലു ധർമ്മസാധനം, നീ ശരീരം സൂക്ഷിക്കുക. കാരണം ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നല്ല കർമ്മം ചെയ്താലേ നിനക്ക് എന്ത് കിട്ടുകയുള്ളൂ? മോക്ഷം കിട്ടുകയുള്ളൂ. അപ്പൊ ശരീരം സൂക്ഷിക്കണം നമ്മൾ. പക്ഷെ അമിത ശ്രദ്ധ പാടില്ല. ശരീരമാണ് ഞാനെന്ന് കരുതരുത്, എന്റെ ശരീരമാണെന്ന് കരുതുക. കൈ ആണോ നമ്മൾ? അല്ല, എന്റെ കൈയാണ്. വിരലാണോ നമ്മൾ? അല്ല, എന്റെ വിരലാണ്. ഹൃദയമാണോ നമ്മൾ? അല്ല, എന്റെ ഹൃദയമാണ്. ആ എന്റെ 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 എന്ന് പറയുന്ന ആരാണ്? അതാണ് നമ്മുടെ ആത്മാവ്. അവന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സാധനമാണിത്. അപ്പോ ഇതിനാണോ ഇമ്പോർട്ടൻസ്? അവനാണോ ഇമ്പോർട്ടൻസ്? ഉടമയ്ക്കല്ലേ ഇമ്പോർട്ടൻസ്. മനസ്സിലായോ? അപ്പോ ആത്മാവിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പക്ഷേ ആത്മാവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ വിചാരിക്കുക അത് കൊണ്ട് നടക്കുന്ന സാധനത്തെ, ആ ശരീരത്തെ കെയർ ചെയ്യുക. ഗുരു തന്റെ ശിഷ്യന്മാരെ ഇങ്ങനെ ഓരോ പബ്ലിക് ആക്ടിവിറ്റീസിൽ വിടുമ്പോ ഗുരു പറയും ആരും ശരീരം കളയരുതെന്ന് പറയും. പണ്ട് ഒരു ശിഷ്യൻ ഉച്ചയ്ക്ക് 12 മണിക്ക് ശിവഗിരി സ്കൂളിന് വേണ്ടിയിട്ട് പിരിവിന് നടക്കുക. അയാൾക്കൊരു അവധി ദിവസം കിട്ടിയപ്പോൾ ഇയാളിങ്ങനെ നടക്കുക. ഗുരുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ ഈ വെയിൽ കൊണ്ട് ഈ ശരീരം കരിച്ചു കളയുകയാണ്, അതുകൊണ്ട് ആവശ്യമുണ്ട്, മരിക്കുന്നത് വരെ നിന്നെ താങ്ങി നിർത്തേണ്ട സാധനമാണിത്, നീ എന്ത് ചെയ്യുക, വൈകുന്നേരം 4 മണി കഴിഞ്ഞ് പിരിവിന് ഇറങ്ങിയാൽ മതി. അപ്പൊ ആ വെയിൽ കൊള്ളുന്നത് എന്താണ്? അത് ആരോഗ്യകരമാണ്. ഇത്രയും ശ്രദ്ധ നമ്മുടെ ശരീരത്തിലും, ഇത്രയും ശ്രദ്ധ നമ്മുടെ മനസ്സിലും, ഇത്രയും ശ്രദ്ധ നമ്മുടെ അധ്യാത്മ ജീവിതത്തിലും പുലർത്തിയ ഒരു ഗുരുവരനെയും ലോകം വേറെ കണ്ടിട്ടില്ല. അല്ലാതെ നമ്മൾ കേരളത്തിൽ ജനിച്ചത് കൊണ്ടോ താണ സമുദായത്തിന്റെ ആചാര്യനായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടോ അല്ല ഗുരുവിനെ ഭജിക്കാൻ പറയുന്നത്. ഇത്രയും പൂർണ്ണത ഗുരുസ്വരൂപത്തിൽ ഭൂമിയിൽ മറ്റൊരാളിലും കണ്ടിട്ടില്ല. മതങ്ങളുടെ ആചാര്യന്മാരുണ്ട്, അവരെ മറ്റു വിഭാഗക്കാർ അംഗീകരിക്കുന്നില്ല. ക്രിസ്തുവിനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ല, ജൂതന്മാർ അംഗീകരിക്കുന്നില്ല, നബിയെ ക്രിസ്ത്യാനികളും അംഗീകരിക്കുന്നില്ല. എല്ലാവരും ശ്രീനാരായണ ഗുരുവിനെ അംഗീകരിക്കും. അംഗീകരിക്കുമോ ഇല്ലയോ? അംഗീകരിക്കും. അപ്പൊ പൂർണ്ണനായിരിക്കുന്ന ഗുരുവിനെ അറിയുക. നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഇനി തുടങ്ങാം. കാരണം ഇനി അടുത്ത ഒരു കാര്യം പറഞ്ഞാൽ അതിനിടയ്ക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാനൊരു ചെറിയ ബ്രേക്ക് നിങ്ങൾക്കും പിന്നെ വിശക്കുന്ന എൻ്റെ വയറിനും കൂടി വേണ്ടിയിട്ട് കണ്ടെത്തിയിരിക്കുക. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് ഈ വെയിലിത്തിരി പ്രശ്നമുണ്ടോ? ചൂട് കൂടുന്നുണ്ടോ? ഇല്ലല്ലോ. അഹമ്മദാബാദ് ചെന്ന് 3 പ്രാവശ്യം വേദി മാറേണ്ടി വന്നു ശശിധരൻ സാറേ. ഭയങ്കര ചൂടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് 3 തവണ വേദി മാറിയിട്ടാണ് പൂർത്തിയാക്കിയത്. അപ്പോൾ വേദിയൊക്കെ മാറുന്ന കൊള്ളാം. ഞാൻ എല്ലാവരുടെയും മുഖത്ത് നോക്കി വെച്ചിട്ടുണ്ട്, ഉച്ച കഴിഞ്ഞ് ഇവിടെ കാണണം. നമ്മളിപ്പോൾ എല്ലാം അങ്ങനെ അറ്റൻഡ് ചെയ്യുക, പരിപാടി അറ്റൻഡ് ചെയ്തിട്ട് പോവുക. അവിടെ ഇന്ന് കേരളത്തിൽ നിന്ന് ആരോ വന്നിട്ടുണ്ട്, ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ വന്നേക്കാന്ന് പറഞ്ഞ് ഉച്ച കഴിഞ്ഞ് എവിടെയൊക്കെയോ റെഡിയാക്കി വെച്ചിരിക്കുന്നവർ ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും തുടരുക. എല്ലാവർക്കും ആയിരിക്കുന്ന ഒരു ഗുരു സാന്നിധ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം എനിക്ക് അദ്ദേഹത്തെ ഭാഷ അറിയുമെന്ന് അറിഞ്ഞില്ല, പക്ഷെ ഇത്ര പ്ലസന്റ് ആയിട്ടാണ് നമ്മുടെ MLA ഇരുന്നത് ഇവിടെ. വളരെ ഹൃദ്യത തോന്നി, വലിയ സന്തോഷം. നമസ്കാരം. ഉച്ചയ്ക്കുള്ള ബ്രേക്കിൽ നിർത്തുന്നു. നന്ദി.